എല്ലാവർക്കും ഫാൽക്കണക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1ന്റെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ്. അതായത് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഒരു കുറച്ചൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചെടുത്ത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമ്മൾക്ക് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഓരോ പാസേജിനും വരുന്നത്. 10 മാർക്സ് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അതായത് റിപ്പീറ്റഡ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന അനുസരിച്ച് ഈ ഒരു സെക്ഷനകത്തെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതിലെ മാർക്ക് നമ്മൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ രീതിയിലുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒട്ടും മനസ്സിലാവാത്ത രീതിയിലുള്ളതൊന്നുമല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ പാസേജസ് ആണ് ഇപ്പോഴത്തെ എക്സാമുകൾക്ക് കണ്ടുവരുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ കുറച്ച് 2-3 പാരഗ്രാഫ്സ് ഉള്ള പാസേജസ് ഉണ്ടായിരുന്നു. 1-2-3 തവണയൊക്കെ വായിച്ചാൽ മാത്രമാണ് ആ പാസേജിന്റെ എന്താണ് അതിന്റെ കണ്ടന്റ്, അതിന്റെ സമ്മറി എന്താ, എന്തിനെ കുറിച്ചാണ് അത് സംസാരിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ പാസേജസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എളുപ്പത്തിൽ വായിച്ച് നമ്മൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന പാസേജ് തന്നെയാണ്. ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ UGC നെറ്റിന് മാത്രമല്ല, ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾ, അതായത് നമ്മളുടെ UPSC സിവിൽ സർവീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ബാങ്ക് ടെസ്റ്റുകൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് SSC പോലുള്ള ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ഒരു ഭാഗമാണ് ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, നമ്മൾ PG സെക്ഷനകത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഇതുപോലെ കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ കാണും. ഇപ്പൊ മാനേജ്മെന്റ് സെക്ഷൻ ഒക്കെ എടുക്കുന്നവരാണ്, MBA ഒക്കെ ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ കേസ് സ്റ്റഡീസ് വായിച്ചെഴുതാൻ കാണും. അതുപോലെ പാസേജസ്, അതുമായിട്ടുള്ള റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്. അപ്പൊ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന ഒരു വ്യക്തിക്കും, ഒരു ആസ്പിറന്റിനും ഏറ്റവും സ്കോറിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റും, അതുപോലെ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ തന്നെ, വലിയ ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാതെ കുറെ അധികം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇനി നമുക്ക് അതിലെ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു കുറച്ച് പാസേജസ് ആണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും, പിന്നെ അത് മാത്രമല്ല എങ്ങനെ ഒരു കോംപ്രിഹെൻഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റും, അതിന്റെ ടിപ്സ് എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ആ ഒരു പാസേജിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ആദ്യം പറഞ്ഞതുപോലെ തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും ഉള്ളതും അതുപോലെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. നമ്മൾക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്, ആണല്ലോ. ഓക്കെ, അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റ് തന്നെയാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇനി, by dedicating 10 to 15 minutes daily to practicing PYQs from this unit, you can significantly enhance your understanding and boost your chances of scoring well in the exam. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മൾ ഡെയിലി ഇപ്പം ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്. നമ്മൾ ഇനി അപ്കമിങ് ആയിട്ടുള്ള December 31 തൊട്ട് January 7 വരെയാണ് നമ്മളുടെ UGC നെറ്റ് എക്സാമിന്റെ എക്സാം ഡേറ്റിന്റെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ മറ്റ് ടോപ്പിക്സ് പഠിക്കുന്നതിനോടൊപ്പം ഡെയിലി ഒരു 10-15 മിനിറ്റ് ഒക്കെ നമ്മൾ ഓരോ കോംപ്രിഹെൻഷൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, ഡെയിലി നമ്മൾ 10-15 മിനിറ്റ് മാറ്റി വെച്ചാൽ മറ്റ് ടോപ്പിക്സിനെ കൂടെ ഈ ഒരു യൂണിറ്റ് കവർ ചെയ്ത് പോവുക. അതായത് 10 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുക. അപ്പം ആ ഒരു PYQs പ്രാക്ടീസ് ചെയ്യുക. മാക്സിമം 99% നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അതനുസരിച്ചിട്ട് നല്ലപോലെ നമ്മളുടെ എക്സാമിന് നമ്മൾക്ക് 100% ഈ ഒരു യൂണിറ്റ് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കണ്ടില്ലേ, കൺസിസ്റ്റന്റ് പ്രാക്ടീസ് ഈസ് ദ കീ ടു സക്സസ്. നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും. അതായത് PYQs എത്രത്തോളം കോംപ്രിഹെൻഷന്റെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അപ്പൊ നമ്മൾക്ക് പാസേജ് വായിച്ച് ഇങ്ങനെ ഒരുപാട് ടൈം കളയേണ്ടി വരത്തില്ല. അപ്പൊ നമുക്ക് വായിച്ചെടുക്കുന്ന അനുസരിച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് അതിന്റെ മീനിങ് എന്താണെന്നുള്ളതും അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതും നമ്മൾക്ക് പെട്ടെന്ന് നമുക്ക് കിട്ടും. ഇനി കോംപ്രിഹെൻഷൻ എന്തിനാണ് ഈ ഒരു സെക്ഷൻ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ്. യൂണിറ്റ് 3 ആണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. Reading comprehension. Comprehension judge the capability and ability of understanding the passage.
power of analyzing the problem in proper perspective and the ability of presenting answers systematically. നേരത്തെ പറഞ്ഞില്ലേ കേസ് സ്റ്റഡീസിന്റെ കാര്യമൊക്കെ. അപ്പൊ അതുപോലെ തന്നെ എത്രത്തോളം നമ്മൾക്ക് ആ ഒരു പാസേജ് മനസ്സിലായിട്ടുണ്ട്, അതിന്റെ കഴിവ്, നമ്മൾക്ക് അത് മനസ്സിലാക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ അതിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസും, പ്രോബ്ലംസ് എന്ന് പറയുന്നതിൽ ഓരോ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസും കൃത്യമായ പെർസ്പെക്റ്റീവിൽ അവരവരുടെ പ്രോപ്പർ കാഴ്ചപ്പാടിൽ നമ്മൾക്ക് അത് അനലൈസ് ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾക്ക് ഉണ്ടാവുന്നു. ഇത് മാത്രമല്ല, നമ്മൾക്ക് ഓരോ ആൻസേഴ്സിനെയും സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രസന്റിങ് ദ ആൻസേഴ്സ് സിസ്റ്റമാറ്റിക്കലി. അടുത്തത് കോംപ്രിഹെൻഷൻ സോൾവ് ചെയ്യാനുള്ള ടിപ്സ് ആണ്. എങ്ങനെയൊക്കെ നമ്മൾക്കൊരു കോംപ്രിഹെൻഷൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, ഒന്നാമത്തത്, ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആൻസേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ പാസേജ് ആൻഡ് യു ആർ നോട്ട് എക്സ്പെക്ടഡ് ടു റിലേ ഓൺ ഔട്ട്സൈഡ് നോളജ് ഓഫ് എ പർട്ടിക്കുലർ ടോപ്പിക്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എപ്പോഴും ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ അല്ലെങ്കിൽ ഒരു പാസേജ് തന്നു കഴിഞ്ഞാൽ ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇപ്പൊ 5 ക്വസ്റ്റ്യൻസ് കാണാം, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ ആ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 5ഓ 10ഓ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളെടുത്ത് ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഉത്തരം ആ പാസേജുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. ചിലപ്പോൾ ആ ചോദിച്ചിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നതുമായിട്ട് നമ്മൾക്ക് ഒരു ഔട്ട്സൈഡ് നോളജ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഔട്ട്സൈഡ് നോളജ് ഒന്നും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്താണോ നമ്മളുടെ ആ പാസേജിനകത്തുള്ള ആൻസേഴ്സ്, ആ ഒരു പാസേജുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഒരിക്കലും ആ ഒരു ടോപ്പിക്കിനുള്ള ഔട്ട്സൈഡ് നോളജിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. Your own views or opinions may sometimes conflict with the views expressed or the information provided in the passage. ഇപ്പൊ നമ്മളുടെ പാസേജിൽ കൊടുത്തിരിക്കുന്ന വ്യൂസും അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് ചിലപ്പോൾ എന്താണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ നമ്മളുടെ ഒപ്പീനിയൻസോ വ്യൂസോ ഒന്നും തന്നെ ആ പാസേജിന്റെ ആൻസറിങ്ങിന് കൊണ്ടുവരാൻ പാടില്ല. എന്താണോ ആ പാസേജിന്റെ ഉള്ളടക്കം, എന്ത് കാര്യങ്ങളാണോ ആ പാസേജിനകത്ത് പറഞ്ഞിട്ടുള്ളത്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് ചെയ്യാനായിട്ട്. You should analyze each passage carefully before answering the accompanying questions. ഇപ്പൊ ഒരു തവണ വായിച്ച ഒരു പാസേജ് ചിലപ്പോൾ പെട്ടെന്ന് എന്താണ്, കുറച്ചു പേർക്ക് പെട്ടെന്ന് ഒരു തവണ വായിക്കുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി എടുക്കാം. ചില ആളുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഒരു 2 പ്രാവശ്യമൊക്കെ വായിക്കുമ്പോൾ ഏകദേശം പാസേജിന്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റുന്നവരായിരിക്കും എല്ലാ ആളുകളും, ആണല്ലോ. അപ്പൊ എന്താണ്, അതിന് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് പാസേജ് എന്നുള്ളത് കെയർഫുൾ ആയിട്ട് നമ്മൾ വായിച്ചിരിക്കണം. അത് അനലൈസ് ചെയ്യണം. എന്തിന്റെ കാര്യമാണ്, എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ആ പാസേജ് പറയുന്നത്. ഇനി അടുത്തടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ആ പാസേജ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രാവശ്യം കൂടെ വായിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കീ പോയിന്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ആ കീ പോയിന്റ്സ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ അതൊന്ന് അണ്ടർലൈൻ ചെയ്യുക. ഇപ്പൊ ഓൺലൈൻ എക്സാമിന് എങ്ങനെ അണ്ടർലൈൻ ചെയ്യാന്ന് ചോദിച്ചാൽ അതെന്താണ്, നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് റഫ് പേപ്പർ തരും. അപ്പൊ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇനി ഓൾവേസ് റീഡ് ഓൾ ദ ആൻസർ ചോയ്സസ് ബിഫോർ സെലക്ടിങ് ദ ബെസ്റ്റ് ആൻസർ. അത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് 4 ഓപ്ഷൻസ് കാണും. ആ 4 ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ആൻസേഴ്സുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പൊ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ ചാടിക്കേറി എന്താണ്, ഇതായിരിക്കും ഇതിന് ആൻസർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യരുത്. പിന്നെന്താണ്, എല്ലാ ഓൾട്ടർനേറ്റീവ് ചോയ്സസും വായിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം പാസേജസിന് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഓരോ ഓപ്ഷൻസ് വായിക്കുമ്പോഴും നമുക്ക് തോന്നും അതിന് സ്യൂട്ടബിൾ ഇതായിരിക്കും ആൻസർ, ഇതായിരിക്കും ആൻസർ ഇതാ. പക്ഷേ അല്ല, ഓരോ ഓപ്ഷൻസ് കൃത്യമായി വായിച്ചതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യുക. ഓക്കെ. പിന്നെ CBT മോഡിലാവുമ്പോൾ നമുക്കൊരു എന്താണ്, ഒരു ആൻസർ ആദ്യമേ തെറ്റായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്താലും പിന്നീട് അത് മാറ്റിയെടുത്ത് നമ്മൾക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ്, അത്രയും ചിലപ്പോൾ ലാസ്റ്റ് വന്ന് വീണ്ടും നോക്കുമ്പോൾ നമുക്ക് അതെന്താണ്, സമയം എന്താണ് പെട്ടെന്ന് പോവുമായിരിക്കും. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ആ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്തിട്ട് നോക്കുക. The best answer is the one that most accurately and completely answers the questions being posed. അതായത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനകത്തെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു ക്വസ്റ്റ്യനുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും അതിന് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. Be careful also not to be misled by answer choices that are only partially true or only partially satisfy the problem posed in the question. എപ്പോഴും ശ്രദ്ധിക്കുക, ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് 100%
ഓക്കെ ആയിട്ടുള്ള ആൻസർ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനി അതുമായിട്ട് കുറച്ച് ബന്ധമുള്ളതോ പാർഷ്യലി കറക്റ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ എന്താണ് പാർഷ്യലി ട്രൂ അല്ലെങ്കിൽ അതിനെ പാർഷ്യലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ ഓപ്ഷൻസോ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതുമായിട്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യാനായിട്ട് പാടില്ല. എന്തായാലും ആ 4 ഓപ്ഷൻസിനകത്ത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ബെസ്റ്റ് ആൻസർ അതിലുണ്ടായിരിക്കും. അപ്പൊ അതാണ് പറയുന്നത്, കൃത്യമായി പാസേജ് വായിക്കുക. ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഏകദേശം എന്താണ് ടോപ്പിക് എന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കഴിയും. അത് കഴിഞ്ഞിട്ട് എന്താണ് ഒന്നുകൂടെ വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിലെ കീ പോയിന്റ്സും മറ്റു കാര്യങ്ങളും വരെ. ഇനി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ എന്തു ചെയ്യണം, അതിലെ ക്വസ്റ്റ്യൻസ് എന്താണ് ഓപ്ഷൻസ് മൊത്തം വായിക്കുക. അതിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ കോംപ്രിഹെൻഷൻ നമ്മൾ സോൾവ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്യേണ്ട. ഒരിക്കലും പാസേജിൽ നിന്നും പുറത്തേക്കുള്ള നോളജ് അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ പാടില്ല. എന്താണോ പാസേജിൽ പറഞ്ഞിരിക്കുന്നത് ആ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആൻസറിങ് വേണം നമ്മൾ എപ്പോഴും ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി നമ്മൾ ഓരോ പാസേജസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു ഐഡിയയും എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യത്തെ പാസേജ് ഇത് 2019 ചോദിച്ചിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബർ ഓർ ജൂൺ, ഐ തിങ്ക് ഡിസംബർ ആണെന്നാണ് തോന്നുന്നത്. ഡിസംബർ 2019 ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. 2019 ആണ് വർഷം. ആ ഒരു ടൈമിൽ ചോദിച്ചിട്ടുള്ള ഒരു പാസേജ് ആണ്. നോക്കാം, വായിക്കാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഒരു പാസേജ് തരും. ഇത് UGC നെറ്റിന് മാത്രമല്ല ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും പാസേജ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പൊ ബാങ്ക് ടെസ്റ്റ് ആയിക്കോട്ടെ, എന്താണ് UPSC ആയിക്കോട്ടെ, മിക്ക കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉള്ളതാണ്. ഏറ്റവും സ്കോർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ആണ്. സോ എല്ലാവർക്കും ഈ ഒരു സെക്ഷൻ അത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളുടെ ആസ്പിറൻസിനൊക്കെ തന്നെ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് പാസേജിൽ എന്താ പറഞ്ഞേക്കുന്നത്? There is a common thread running through the unraveling of India's statistical system. A modern economy with sound institutions is characterized by timely dissemination of credible data. A long-term policy needs an empirical basis, and issues of the veracity of data will influence investment decisions. In a country with a large population of youth, data on national development, especially in core sectors like agriculture, industry, health, education, and employment, will be critical. Here comes the role of the National Statistical Commission, a body created to establish standards. Questioning data veracity is a global phenomenon. The official narrative is always questioned by the people on the other side of the fence. Dissemination of economic data is essential to reach out to the public who lived their reality. Lack of data will adversely impact the quality of national policies. India must start strengthening institutions such as the Central Statistical Commission. These institutions must be granted autonomy and insulated from external interferences. Enhanced operational autonomy will make their work credible. Indicator of operational autonomy is their ability to stick to a dissemination calendar regardless of what the data indicates. ഇതൊരു ചെറിയൊരു പാസേജ് ആണ്. ഇപ്പൊ ഇത് വായിച്ചപ്പോൾ തന്നെ എന്താണ്, ഞാൻ വായിക്കുന്നതിനോടൊപ്പം നിങ്ങളും ഇത് വായിക്കണം. എന്താണ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഡേറ്റ അല്ലേ, അതില് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യം പറഞ്ഞിട്ടുണ്ട് there is a common thread running through the unraveling of India statistical system. അതായത് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന്റെ അൺറേവൽ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. മലയാളത്തിൽ നമ്മൾ കുരുക്കരിക്കുക എന്നൊക്കെ പറയും, കുരുക്കഴിക്കുക എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ആ ഒരു അൺറേവലിംഗ് ആണ്, മീൻസ് കുറച്ച് കാര്യങ്ങൾ ഡേറ്റ വെർസിറ്റിയും ഒക്കെ ആയിട്ട് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിന് ഒരു പ്രശ്നമുണ്ട് ആണല്ലോ. അപ്പൊ നമ്മൾ അത് സോൾവ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വേർഡിന്റെ മീനിങ്. അപ്പം എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമുക്ക് മനസ്സിലായി. മോഡേൺ എക്കണോമി വിത്ത് സൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ടൈംലി ഡിസെമിനേഷൻ ഓഫ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കണ്ടില്ലേ, ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ. അതായത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ഡേറ്റ വേണം. എന്താണ് നമ്മളുടെ ഡേറ്റയിൽ നമ്മൾ എന്താ ഓരോ ആളുകളുടെ പോപ്പുലേഷൻ ഡേറ്റ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടുന്ന കാര്യം ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ. അപ്പൊ എന്താണ് ഇതുപോലുള്ള ഇവിടെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള
ആ കീ പോയിന്റ്സുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കാൻ പറയുന്ന ഇത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ ടൈംലി ഡിസമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ. ഒരു മോഡേൺ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വിത്ത് സൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പെർഫെക്റ്റ് ആയിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ ക്യാരക്ടറൈസ് ചെയ്യുന്നത് ടൈംലി ഡിസമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റയാണ്. ഇനി ലോങ് ടേം പോളിസി നീഡ്സ് ആൻഡ് ഇമ്പറിക്കൽ basis and issues of the veracity of data will influence investment decisions. അതായത് എന്താണ് ഡേറ്റ വെറസിറ്റിയിൽ വരുന്ന ഇഷ്യൂസ്, അതായത് കൃത്യമായിട്ടുള്ള ഡേറ്റ, റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ റിലയബിലിറ്റിയിൽ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. In a country with a large population of youth, data on national development, especially in core sectors like agriculture, industry, that will be critical. ഇനി എന്താണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡ് പറഞ്ഞിരിക്കുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ആണ്. അത് നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. എന്താണ് അതിന്റെ പ്രത്യേകത? ഇറ്റ്സ് എ ബോഡി ക്രിയേറ്റഡ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്, അതായത് എങ്ങനെ ഡേറ്റ കളക്ട് ചെയ്യണം എന്നുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ് എന്ത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഇവിടെ കിട്ടി. ഇനി നോക്കിയേ, ഇന്ത്യ മസ്റ്റ് സ്റ്റാർട്ട് സ്ട്രെങ്തനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സച്ച് ആസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഗ്രാൻഡഡ് ഓട്ടോണോമി, ഫ്രീഡം ഉണ്ടായിരിക്കണം, മറ്റ് എക്സ്റ്റേണൽ ഇന്റർഫറൻസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഓട്ടോണോമി will make their work credible. An indicator of operational autonomy is their ability to stick to a dissemination calendar regardless of what the data indicates. അപ്പൊ നമ്മൾ ഒരു പാസേജ് വായിക്കുന്ന സമയത്ത് അതിൽ എല്ലാ പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻ വരണമെന്നില്ല. അതിന്റെ ഉള്ളടക്കം 1-2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഇവിടെ ഈ ഒരു പാസേജ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്. ക്രെഡിബിൾ ആയിട്ടുള്ള ഡേറ്റ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ഡേറ്റ വെറസിറ്റി, അതായത് ഡേറ്റ റിലയബിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അത് എപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ ഇതൊക്കെ എന്താണ് മാറ്റാൻ വേണ്ടിയിട്ട് കുറെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ബോഡിയുണ്ട്. പിന്നെ മോഡേൺ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം വിത്ത് സൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ക്രെഡിബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഡിസെമിനേഷൻ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ. പിന്നെ ഉള്ളത് എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഓട്ടോണോമി, മറ്റ് എക്സ്റ്റേണൽ ഇന്റർഫറൻസസ് ഒന്നും ഇല്ലാതെ തന്നെ അവർക്കൊരു ഫ്രീഡം ഗ്രാന്റ് ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നു പോകും. അപ്പൊ ആ ഒരു കാര്യമാണ് ഈ ഒരു നമ്മളുടെ ഈ പാസേജിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് എക്സാമിന് ചെന്നിരുന്നിട്ട് ഇപ്പൊ വേറെ ആരെങ്കിലും വായിച്ചു തരികയോ ഒന്നും ചെയ്യത്തില്ല ആണല്ലോ. ഇപ്പൊ വേറൊരാൾ നമ്മൾ വായിക്കുന്നു, അതിന്റെ മീനിങ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പൊ ആ ഒരു പാസേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് എളുപ്പമായിട്ടൊക്കെ തോന്നും. പക്ഷെ എക്സാമിന് നമ്മൾ പോയിരിക്കുമ്പോ നമ്മൾ തന്നെ വായിക്കണം, അതിലെ കീ പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്യണം. 1-2 പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ എന്തായാലും മനസ്സിലാവും. ആദ്യം തന്നെ നമ്മൾ എക്സാമിന് പോകുന്ന സമയത്ത് ഫസ്റ്റിലെ ഇപ്പൊ മിക്സഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ വരുന്നത്. ഇപ്പൊ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഭാഗമൊക്കെ ആദ്യത്തെ പോർഷനിൽ കിടക്കുമ്പോൾ ഒരിക്കലും ഈ കോംപ്രിഹെൻഷൻ വായിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ കോംപ്രിഹെൻഷൻ ഒക്കെ നമ്മൾ ലാസ്റ്റിലേക്ക് വെക്കുക. ആദ്യമേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ട് വേണം വന്ന് ഈ കോംപ്രിഹെൻഷൻ വായിക്കാൻ. അത് കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ടുള്ള മൈൻഡിൽ ഇരുന്ന് കോംപ്രിഹെൻഷൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. ആദ്യമേ കോംപ്രിഹെൻഷന്റെ വലിപ്പമൊക്കെ കണ്ട് ടെൻസ്ഡ് ആയിട്ട് പോയി ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എഴുതാൻ പോകുന്നതും കൂടെ മറന്നു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും, പക്ഷെ അപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ നമുക്ക് പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാവും. ആദ്യമേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് വന്ന് എന്തായാലും പേപ്പർ 1 എന്ന് പറയുന്നത് ഒരൊറ്റ കോംപ്രിഹെൻഷനും 5 ക്വസ്റ്റ്യൻസേ കാണത്തുള്ളൂ. അപ്പൊ അത് റിലാക്സ്ഡ് ആയിട്ട് വന്നിരുന്ന് വായിച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കി എല്ലാ ഓപ്ഷൻസും എടുത്തു കഴിയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗം തന്നെ ആയിരിക്കും ഇത്. അപ്പൊ ഈ പാസേജുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് വെക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ മോഡേൺ എക്കണോമി. ഒരു മോഡേൺ എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പൊ നമ്മൾ പാസേജ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? കോമൺ ത്രെഡ് ആണോ? അല്ല. ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ, അൺട്രാവലിംഗ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം, സെലക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡേറ്റ. ഈ 4 ഓപ്ഷൻസും കാണുമ്പോഴത്തേക്ക് നമ്മൾക്ക് തോന്നും ഇതാണോ ശരി, ശരിയായതുപോലെ തോന്നുന്നു, 4 ഓപ്ഷൻസ് ശരിയായതുപോലെ തോന്നുന്നു അല്ലേ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പാസേജിലേക്ക് പോയിട്ട് മോഡേൺ എക്കണോമിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന സംഭവം എന്താണ്? കൃത്യമായിട്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഡേറ്റയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും. അത് പാസേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആണല്ലോ.
എ മോഡേൺ എക്കണോമി വിത്ത് സൗണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ എന്ന് അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്താ, അവിടെ ഏതാണ് ഓപ്ഷൻ വരുന്നത്? ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ, അതായത് സെക്കൻഡ് ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാട്ട് ഈസ് ദ വർക്ക് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ? അതും കൃത്യമായി പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻസ് നോക്കിയേ, എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്, ക്വസ്റ്റ്യനിങ് ഡേറ്റ വെറസിറ്റി, ക്വസ്റ്റ്യനിങ് ഒഫീഷ്യൽ നറേറ്റീവ്, സപ്പോർട്ടിംഗ് ദ പബ്ലിക് പെർസെപ്ഷൻ. ഏറ്റവും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബോഡി ക്രിയേറ്റഡ് ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. ഓരോ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനുള്ള ബോഡിയാണ് എന്ത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്? എ, ഫസ്റ്റ് ഓപ്ഷൻ ആണ് വരുന്നത്, അതായത് എസ്റ്റാബ്ലിഷിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ആ ഒരു കീ പോയിന്റ്സ് നോട്ട് ചെയ്യുന്നതിലുള്ള ഇത് മനസ്സിലായോ? ഇപ്പം CBT മോഡാണ്, നമ്മൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ വരയ്ക്കാൻ പറ്റില്ല. നമ്മൾക്ക് എന്തായാലും ഒരു റഫ് പേപ്പർ കയ്യിൽ ഉണ്ടായിരിക്കും, ആ പേപ്പറിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ കാര്യമാണ്, സോ അതിനകത്ത് ഹൈഫൻ ഇട്ടിട്ട് ഇന്ന കാര്യങ്ങളെ നമ്മൾ കീ പോയിന്റ്സ് നോട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും പാസേജിലോട്ട് പോയിട്ട് ആ ഒരു പോർഷൻ മാത്രം എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കി വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദി പാസേജ് അൾട്ടിമേറ്റ്ലി സജസ്റ്റ് ടു നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ? അതായത് എന്താണ് ഈ ഒരു പാസേജ് ഫൈനലി അൾട്ടിമേറ്റ്ലി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന് സജസ്റ്റ് ചെയ്യുന്ന കാര്യം? ഈ പാസേജിനകത്തുള്ള കാര്യം വേണം നമ്മൾ നോക്കാനായിട്ട്. നോക്കിക്കേ, ഒന്ന്, ഫസ്റ്റ് ഓപ്ഷൻ റെസ്ട്രിക്റ്റിംഗ് പോളിസി ഡിസിഷൻസ്, സെക്കൻഡ് ക്രിറ്റിക്കലി എക്സാമിനിങ് ഡേറ്റ വെറസിറ്റി, സ്റ്റിക്ക് ടു എ കലണ്ടർ ഓഫ് ഡേറ്റ ഡിസെമിനേഷൻ, സപ്പോർട്ട് ഡെവലപ്മെന്റ് ഇൻ കോർ സെക്ടേഴ്സ്. ഈ 4 ഓപ്ഷനും വായിക്കുമ്പോൾ നമുക്ക് തോന്നും 4 ഓപ്ഷനും കറക്റ്റ് ആണ്, കാരണം ഏകദേശം കറക്റ്റ് ആയതുപോലെയൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി സജസ്റ്റ്, അതായത് ഫൈനലി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനകത്ത് സജസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഇത്രയും കാര്യങ്ങൾ പ്രശ്നമാണ്, അവിടെ എന്താണ് ബുദ്ധിമുട്ടുള്ള സംഭവം? എന്താണ്? കൃത്യമായിട്ടുള്ള ഡേറ്റാസ്, അതായത് പോപ്പുലേഷന്റെ കൃത്യമായിട്ടുള്ള ഡേറ്റ, ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ നടക്കുന്നില്ല. ക്രെഡിബിൾ ഡേറ്റ ആണ്, അതായത് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ആക്യുറേറ്റ് ഡേറ്റയാണ്. അപ്പൊ അതെന്താണ്? കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ ഡിസെമിനേഷൻ അവിടെ ഉണ്ടാവണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനോട് ഫൈനലി സജസ്റ്റ് ചെയ്യുന്ന കാര്യം നല്ലൊരു ഗുഡ് എക്കണോമി വേണം, ഗ്രാൻഡ് ഓട്ടോണമി ഫ്രീഡം വേണം, എക്സ്റ്റേണൽ ഇന്റർഫറൻസസ് ഒന്നും ഉണ്ടാവരുത്, ടൈംലി ഡിസെമിനേഷൻ ഓഫ് ക്രെഡിബിൾ ഡേറ്റ ആണ്. ഡേറ്റ വെറസിറ്റിയുടെ ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്താ? വളരെ പ്രശ്നമാണ്. കൃത്യമായ ഒരു ഡേറ്റ വേണ്ടേ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്? അപ്പൊ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓപ്ഷൻ ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ആ ഒരു ഡേറ്റ ഡിസെമിനേഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ, ആ ഒരു കലണ്ടർ മീൻസ് ആ ഒരു ഇതിലേക്ക് നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യണം. കൃത്യമായിട്ടുള്ള ഡേറ്റ ഡിസെമിനേഷൻ നമുക്ക് ഉണ്ടായിരിക്കാം. ഫൈനലി കൊടുത്തിട്ടുണ്ട്, it's their ability to stick to a dissemination calendar regardless of what the data indicates. എന്ത് ഡേറ്റയും ആയിക്കോട്ടെ, ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ, അതായത് ഡേറ്റ ഡിസെമിനേഷൻ, ആ ഒരു ഡിസെമിനേഷൻ കലണ്ടർ ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള. അതാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റിക്ക് ടു എ ഡിസെമിനേഷൻ കലണ്ടർ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ദ ഡേറ്റ ഇൻഡിക്കേറ്റ്സ്. അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ? പാസേജിന് വെളിയിലുള്ള ഒരു ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസും ചോദിക്കാറില്ല. പാസേജ് എന്ന് പറയുന്നത് അതുപോലെ കൃത്യമായി വായിച്ചാൽ എല്ലാ ആൻസേഴ്സും അതിൽ തന്നെ ഉണ്ട്. അതാണ് പറയുന്നത് ഔട്ട്സൈഡ് നോളജിനെ റിലേ ചെയ്യരുത്, ആ പാസേജിനകത്തുള്ള ആൻസേഴ്സ് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ആർ ഇമ്പാക്റ്റഡ് ബൈ. അതും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ സെക്കൻഡ് ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിന് വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാല് ഇഷ്യൂസ് ഓഫ് ഡേറ്റ വെർസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? എ ലോങ് ടേം പോളിസി, ഈ ഒരു ലൈനിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എ ലോങ് ടേം പോളിസി needs an empirical basis and issues of the veracity of data will influence investment decisions. കണ്ടോ? ഡേറ്റ റിലയബിലിറ്റിയിൽ വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഏതാണ്? ഇഷ്യൂസ് ഓഫ് ഡേറ്റ വെർസിറ്റി ആണ്. യൂത്ത് പോപ്പുലേഷൻ, നാഷണൽ ഡെവലപ്മെന്റ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഇതൊന്നുമല്ല. ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസിനെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതിന്റെ ഡേറ്റ വെർസിറ്റി ആണ്. ഇഷ്യൂസ് ഓഫ് ഡേറ്റ വെർസിറ്റി. ഓക്കെ, ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ,
ഹൗ ക്യാൻ ദ ക്വാളിറ്റി ഓഫ് നാഷണൽ പോളിസീസ് ക്യാൻ ബി ഇംപ്രൂവ്? അതായത് എങ്ങനെ നാഷണൽ പോളിസീസിന്റെ ക്വാളിറ്റി എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് നോക്കിയേ. ബൈ ലിവിംഗ് റിയാലിറ്റി, ബൈ സപ്പോർട്ടിംഗ് എക്സ്റ്റേണൽ ഇന്റർഫറൻസസ്, ബൈ കൺട്രോളിംഗ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബൈ എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഫ്രീഡം. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്താ അവരവരുടേതായിട്ടുള്ള ഫ്രീഡം, അതായത് ഓട്ടോണോമി, എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഓട്ടോണോമി, അതായത് എക്സ്റ്റേണൽ ഇന്റർഫറൻസസ് ഒന്നും തന്നെ പാടില്ല എന്ന് പറഞ്ഞു. എന്താണ് ലിവിംഗ് റിയാലിറ്റി അല്ല, എക്സ്റ്റേണൽ ഇന്റർഫറൻസസേ വേണ്ട, അത് സപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ തെറ്റാണ്. ബൈ കൺട്രോളിംഗ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതും തെറ്റാണ്. ലാസ്റ്റ് ഓപ്ഷൻ, അതായത് എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഫ്രീഡം, ആ ഓപ്ഷൻ ആണ് കറക്റ്റ്. അവർക്ക് കൃത്യമായിട്ട് അവർക്ക് മറ്റ് എക്സ്റ്റേണൽ ഇന്റർഫറൻസസ് ഒന്നും തന്നെ ഇല്ലാതെ കൃത്യമായിട്ട് എന്താണ് ഒരു ഫ്രീഡം കൊടുക്കുക, ഒരു ഓപ്പറേഷണൽ ഓട്ടോണോമി, ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, കണ്ടോ? എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഓട്ടോണോമി വിൽ മേക്ക് ദെയർ വർക്ക് ക്രെഡിബിൾ. ഈ സെന്റൻസ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ഓപ്പറേഷണൽ ഓട്ടോണോമി, ഒരു ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടെ വർക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചെയ്യും. വിൽ മേക്ക് ദെയർ വർക്ക് ക്രെഡിബിൾ, അതാണ് അവിടുത്തെ ആൻസർ. എൻഹാൻസ്ഡ് ഓപ്പറേഷണൽ ഓട്ടോണോമി. അപ്പൊ ഈ ഒരു പാസേജും ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താ? ഈ 5 ക്വസ്റ്റ്യൻസും പാസേജിനകത്തു നിന്നുള്ള ഓരോ സെന്റൻസിൽ നിന്നും, അതായത് ബിഗിനിങ് ടു എൻഡ്, മിഡിൽ പോർഷൻ, എല്ലാ ഭാഗത്തിനെയും ടച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്റ്റേണൽ നോളജിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നോ? ഇല്ല. ചോദ്യം എന്താണോ അതിന്റെ ഉത്തരം ആ പാസേജിൽ തന്നെ ഉണ്ട്. ഓരോ സെന്റൻസുകൾ വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാകും, ആണല്ലോ. അപ്പം വേറെ ഔട്ട്സൈഡ് നോളജ് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. കീ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ആ കീ പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസിന്റെ പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യന്റെ 4 ഓപ്ഷനും വായിക്കുക. 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴും നമ്മൾക്ക് കാണുമ്പോൾ തോന്നും കുറച്ച് കറക്റ്റ് ഉള്ള ഓപ്ഷൻസ് കാണും, നമ്മൾക്ക് 4ഉം കറക്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. ആ വാക്കുകൾ വേർഡ് ബൈ വേർഡ് ആയിട്ട് പാസേജിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വാക്കുകൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിധി നോക്കണം. എന്നിട്ട് നമ്മൾ, അതും ഒരു ട്രിക്കാണ്. ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ആ സെന്റൻസുകളിലെ വാക്കുകൾ വരുന്ന എന്താണ് സെന്റൻസുകൾ ഏതാന്നുള്ളത് നോക്കി കണ്ടുപിടിക്കാം. അതും ഒരു ട്രിക്കാണ്. ചില കേസസിൽ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി പാസേജ് ഒന്നും വായിക്കാൻ നേരം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് പോകും, ക്വസ്റ്റ്യൻസിലോട്ട് നോക്കും. ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുള്ള കീ പോയിന്റ്സുകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ കീ പോയിന്റ്സ് ഈ പാസേജിനകത്ത് എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് തപ്പി നോക്കും. എന്നിട്ട് ആ സെന്റൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അങ്ങ് ആൻസർ ചെയ്യും. അങ്ങനെ ചെയ്യാം. പക്ഷെ ധൃതിയിൽ നോക്കുമ്പോൾ എന്താണ് കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടാതെയും വരും. അപ്പൊ എങ്ങനെ വന്നാലും ഒരു തവണയെങ്കിലും ആ പാസേജ് ഒന്ന് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇനി അടുത്തൊരു പാസേജ്. ഈ പാസേജും ചെറിയൊരു പാസേജ് ആണ്. ഇതും നമ്മളുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡിസംബറും ജൂൺ ആ 2 സെക്ഷൻസിലും ഇതും 2021 ആ ഒരു ടൈമിലുള്ളതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. PYQ ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കിയേ, ആൻ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ്. ഞാൻ വായിക്കുമ്പോൾ എന്നോടൊപ്പം നിങ്ങൾ വായിച്ചു. ആൻ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്. ഫസ്റ്റ് സെന്റൻസ് നമുക്ക് കിട്ടി. മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്ന ഭാഷാ ഉപയോഗം. അപ്പൊ നമുക്ക് മനസ്സിലായി ലാംഗ്വേജിനെ കുറിച്ചാ പറയുന്നതെന്ന് മനസ്സിലായി, ആണല്ലോ. പാസേജിന്റെ ഫസ്റ്റ് സെന്റൻസിൽ തന്നെ നമുക്ക് മനസ്സിലായി ലാംഗ്വേജിനെ കുറിച്ചാ പറയുന്നതെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പ്രോപ്പർട്ടി ഓഫ് ലാംഗ്വേജ്. ഇനി അടുത്ത വായിക്കാം. ഹാവ് എ rudimentary information process, but this process does not have the sophistication and complexity of human language. വീണ്ടും ഒരു കാര്യം മനസ്സിലായി, ലാംഗ്വേജ് ഹ്യൂമൻ ലാംഗ്വേജിന്റെ കാര്യങ്ങളാണ് ഏറ്റവും സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അതായത് ആനിമൽസ് ഹാവ് എ റുഡിമെന്ററി ഇൻഫോർമേഷൻ പ്രോസസ്. അവർക്കും ആനിമൽസിനും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അവർക്കും അവരുടേതായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബീങ്സിനെ പോലുള്ള സങ്കീർണതയോ കോംപ്ലക്സിറ്റിയോ ഒന്നും തന്നെ അവർക്കില്ല. കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഇഫ് 2 dogs communicate, they pass on information, but they can't discuss details the way humans can. ഇപ്പൊ 2 dogs കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അവർക്കുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്തു. പക്ഷെ ഹ്യൂമൻ ലാംഗ്വേജ് പോലെയുള്ള കോംപ്ലക്സിറ്റിയോ സൊഫിസ്റ്റിക്കേഷൻ സങ്കീർണതകളോ ഒന്നും തന്നെ ഇല്ല. While humans are blessed to possess the language faculty, most of the time they don't utilize it to its greatest potential. അതൊരു പ്രധാന പോയിന്റ്.
നമ്മൾക്ക് എന്താണ് ഭാഷ ഉപയോഗിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. പക്ഷെ മിക്ക സമയങ്ങളിലും നമ്മൾ അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. നമ്മളുടെ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യലി നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാറില്ല. പെർഹാപ്സ് ദിസ് ഈസ് ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ടെൻഡ് ടു റിയാക്ട് റാദർ ദാൻ റെസ്പോണ്ട്. അതാണ് ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്. എന്താണ്? ഹ്യൂമൻ ബീങ്സിന് റെസ്പോൺസിനെക്കാളും റിയാക്ട് ചെയ്യാനാണ് താല്പര്യം. ദേ ടെൻഡ് ടു റിയാക്ട്. റെസ്പോണ്ട് ചെയ്യാവുന്നതിന് പകരം റിയാക്ഷൻ ആണ് അവിടെ കൂടുതലായിട്ട്. ആൻഡ് എ ലോട്ട് ഓഫ് ദ മെസ്സേജ് ഓഫ് ലാംഗ്വേജസ് അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്താണോ അതിനകത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നത്, നമ്മളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്താ ദേഷ്യമായിരിക്കാം. അങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾക്ക് കൊടുക്കേണ്ട മെസ്സേജ്, നമ്മുടെ ലാംഗ്വേജിന്റെ മെസ്സേജസ് തന്നെ ആ ഒരു റിയാക്ഷനിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ പോയിന്റ്സ് ഒക്കെ അവിടെ തന്നെ നമ്മൾ നോട്ട് ചെയ്യാം. In the daily use of language, people forget the complex process involved in order to put even one word in place. The wonder of this process lies in the fact that it is involuntary in nature. The whole set of chain process, right from the command in the brain to the forming of words from the message required to the movement of the vocal cords and corresponding movement in the lungs and mouth takes place within seconds. അതായത് ഡെയിലി നമ്മൾ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, നമ്മൾക്ക് അതിന്റെ ആ ഒരു കോംപ്ലക്സിറ്റി ഒന്നും നമ്മൾക്ക് ഓർമ്മയില്ല, അല്ലേ? നമ്മൾ ഓരോ സ്ഥലത്ത് ഏത് വാക്കുകൾ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇങ്ങനെ ഇൻവോളണ്ടറി ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, നമ്മളുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ഡെയിലി യൂസ് ചെയ്യുന്നതനുസരിച്ച് ആ ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെയോ കോംപ്ലക്സിറ്റി ഒന്നും സംഭവിക്കുന്നില്ലെന്നാണ് പറയുന്നത്, അല്ലെ? ആ ഒരു ഏത് സ്ഥലത്ത് ഏത് വാക്കുകൾ ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് ഇങ്ങനെ അങ്ങ് വന്നുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? ആ നമ്മളുടെ ബ്രെയിനിൽ നമ്മൾക്ക് സംസാരിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഇന്ന വാക്ക് ഉപയോഗിക്കാൻ പോവുക എന്നുള്ളത് നമ്മുടെ ബ്രെയിനിൽ ഒരു കമാൻഡ് കിട്ടുന്നു. അതുവഴി വാക്കുകൾ ഫോം ചെയ്യുന്നു. ഫ്രം ദ മെസ്സേജ് റിക്വയർഡ് ടു ദി മൂവ്മെന്റ് ഓഫ് നമ്മുടെ വോക്കൽ കോഡ്സിൽ മൂവ്മെന്റ്, ലങ്സ്, മൗത്ത്, ഇതൊക്കെ അതനുസരിച്ചിട്ട് എന്താണ് പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിതിൻ സെക്കൻഡ്സ്. പെർഹാപ്സ് ദ ഹോൾ സജഷൻ ഓഫ് തിങ്ക് ബിഫോർ യു സ്പീക്ക് മേ ലീഡ് ടു എ സൈലന്റ്. ഇത് തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്ന എന്താണോ പറയാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക. അങ്ങനെ വരുമ്പോൾ ദാറ്റ് മേ ലീഡ് ടു എ സൈലന്റ് മൂവ്. എല്ലാവരും ചിന്തിച്ചിട്ടാണോ പെട്ടെന്ന് സംസാരിക്കുന്നത്? അല്ല, നമ്മൾ എന്താണ് കാര്യം പറഞ്ഞുകൊണ്ട് പോവുക. അപ്പൊ തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്നുള്ള സജഷൻ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്താ, ഒരു സൈലന്റ് വേൾഡ് ആവും. എല്ലാവരും ചിന്തിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ ഈ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്ന് പറയുന്നത് എന്താ, വളരെ കുറഞ്ഞായിരിക്കും വരുന്നത്. In the world of daily interaction, language becomes a marker and a means of projecting identity. The people around us identify us with a certain style of using language, and unknowingly, each language user follows this style by habit. It is not a bad idea to record one-spoken communication from time to time, as this will assist in removing any unwanted elements that the speech may be expressing. Similarly, it is a good idea to step back once in a while and read one's written communication objectively. എന്താ പറഞ്ഞിട്ടുള്ളത്? ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താ, ഡെയിലി ലൈഫ് നമ്മൾ സ്ഥിരമായി ഡെയിലി ഇന്ററാക്ഷൻ നമ്മൾ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ ലാംഗ്വേജ് യൂസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് എന്താ, ബൈ ഹാബിറ്റ് നമ്മൾക്ക് ആ ഒരു സ്റ്റൈൽ, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് എന്താണ്, അത് നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ഒരു സ്റ്റൈല് ഫോളോ ചെയ്യുകയാണ് ബൈ ഹാബിറ്റ്. ഇറ്റ്സ് നോട്ട് എ ബാഡ് ഐഡിയ ടു റെക്കോർഡ് വൺ സ്പോക്കൺ കമ്മ്യൂണിക്കേഷൻ ഫ്രം ടൈം ടു ടൈം, and this will assist in removing any unwanted elements that the speech may be expressing. നമ്മൾ എന്താ വെച്ചാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ റെക്കോർഡഡ് സ്പീച്ചസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ട് എന്താ, അതിൽ നിന്നുള്ള വേർഡ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് യൂസിങ്, അതിന്റെ പ്രൊനൗൺസിയേഷൻ, ഇതൊക്കെ നമ്മൾ എന്താണ് എടുക്കാറുണ്ട്. വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ സിമിലർലി റിട്ടൺ കമ്മ്യൂണിക്കേഷൻസും ഒരിക്കൽ വായിക്കുന്നതും നല്ലതായിരിക്കും. അപ്പൊ എന്താണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത്? അതാണല്ലോ നമ്മളുടെ ലക്ഷ്യം. ലാംഗ്വേജിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹ്യൂമൻ ബീങ്സിനും ആനിമൽസിനും ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഉണ്ട്. പക്ഷെ ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് ഇത്തരത്തിലുള്ള കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ സൊഫിസ്റ്റിക്കേഷൻ ഒന്നും തന്നെ അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് പാസിംഗ് ദെയർ ഇൻഫോർമേഷൻ. ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു കഴിവാണ് ലാംഗ്വേജ് യൂസ് ചെയ്യുക, സംസാരിക്കാൻ പറ്റുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള നമ്മളുടെ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ ആ ഒരു കഴിവിനെ നമ്മൾ കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, പിന്നെ ബൈ ഹാബിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്
ഹാബിറ്റലി നമ്മൾ യൂസ് ചെയ്ത് എന്താണ് അത് ആ ഒരു രീതിയിലേക്ക് നമ്മൾ അങ്ങ് മാറിയേക്കാം. ഈ ഒരു പാസേജ് ലാംഗ്വേജിനെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് എന്നൊന്ന് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. The world will become a silent place if people will think. എന്താ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കിയേ, ഒരു നമ്മളുടെ വേൾഡ് സൈലന്റ് വേൾഡ് ആവുമെന്ന് പറഞ്ഞു അല്ലേ? തിങ്ക് ബിഫോർ യു സ്പീക്ക്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആലോചിച്ചിട്ട് സംസാരിക്കാന്നൊക്കെ പറയുമ്പോൾ വേൾഡ് എന്ന് പറയുന്ന ഒരു സൈലന്റ് പ്ലേസ് ആയിട്ട് മാറും. അപ്പൊ ഏത് ഓപ്ഷനാ വരുന്നത്? ഇഫ് പീപ്പിൾ വിൽ തിങ്ക് ടു മച്ച് ബിഫോർ ലിസണിങ് ബിഫോർ റെസ്പോണ്ടിങ്. ഏതാ? ഓപ്ഷൻ ഡി, ബിഫോർ സ്പീക്കിംഗ്. അതായത് തിങ്ക് ബിഫോർ യു സ്പീക്ക് എന്ന് അവിടെ നമ്മൾ പറഞ്ഞില്ലേ, തിങ്ക് ബിഫോർ യു സ്പീക്ക്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിൽ തിങ്ക് ബിഫോർ സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ ആലോചിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? വേൾഡ് എന്ന് പറയുന്നത് സൈലന്റ് പ്ലേസ് ആയിട്ട് മാറും. അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ദ പ്രോസസ് ഓഫ് ലാംഗ്വേജ് ഈസ് എ വണ്ടർ ബിക്കോസ്. എങ്ങനെയാണ്? ഇറ്റ്സ് എ റിയാക്ഷൻ, റെസ്പോൺസ്, സ്മൂത്ത്, ഇൻവോളണ്ടറി. ഏതാണ് ഏറ്റവും കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസർ? ഏതാണ്? ലാംഗ്വേജ് പ്രോസസ്, നമ്മളുടെ ഭാഷാ പ്രയോഗം എന്ന് പറയുന്നത് ഒരു വണ്ടർ. അങ്ങനെയാണ് ഏത് വാക്കുകൾ ഏത് സ്ഥലത്ത് യൂസ് ചെയ്യണം എന്നൊക്കെയുള്ളത് എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇറ്റ് ഈസ് ഇൻവോളണ്ടറി. അതായത് നമ്മൾ മനഃപൂർവ്വമല്ലാതെ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാതെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളുടെ ഭാഷ നമ്മൾക്ക് എന്താണ് പുറത്തേക്ക് വരികയാണ്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഇൻവോളണ്ടറി. ഓക്കെ, ഇതിനകത്തുണ്ട്, പാസേജിനകത്തുണ്ട്. നോക്കിക്കോ, തിങ്ക് ബിഫോർ യു സ്പീക്ക്. കണ്ടോ? The wonder of this process lies in the fact it is involuntary in nature. കണ്ടോ? ആ സെന്റൻസിൽ തന്നെ ഉള്ള ക്വസ്റ്റ്യൻ ആണ് എടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ എന്താ, അതൊന്ന് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ പാസേജിനകത്ത് ഈ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്താണ്, വീണ്ടും തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേർഡ് നമുക്ക് അവിടെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following forms is assumed by the language style of a person? ഒരു വ്യക്തിയുടെ, ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് സ്റ്റൈൽ ഏത് രീതിയിലാണ് വരുന്നത്? റിയാക്ഷൻ, എ ഹാബിറ്റ്, എ റെസ്പോൺസ്, എ തോട്ട്. ഇത് 4 നമ്മൾക്ക് ആൻസർ ആയിട്ട് തോന്നും. പക്ഷെ ഈ പാസേജിനെ സംബന്ധിച്ചിടത്തോളം ലാംഗ്വേജ് സ്റ്റൈൽ ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്നത് ബൈ ഹാബിറ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പാസേജിനകത്തുണ്ട് നമ്മളുടെ ലാംഗ്വേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. കണ്ടില്ലേ? The people around us identify us with a certain style of using language and unknowingly each language user follows this style. നമ്മൾ പോലും അറിയാതെ യൂസ് ചെയ്യുകയാണ് ബൈ ഹാബിറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 4. When human beings react rather than respond. അതും ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴാണ് ഹ്യൂമൻ ബീങ്സ് റിയാക്ട് ചെയ്യുന്നത് റാദർ ദാൻ റെസ്പോണ്ട്? റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഏത് ഓപ്ഷനാണ് വരുന്നത്? They lost the message, they lost control, they become emotional, they can't speak. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ എ ആണ് വരുന്നത്. കാരണം ഹ്യൂമൻ ബീങ്സ് റിയാക്ട് ചെയ്യുന്ന അനുസരിച്ച്, അതായത് അവർക്ക് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്യുമ്പോൾ എന്താണോ അവർക്ക് പറയാനുള്ളത് ആ മെസ്സേജ് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, human beings tend to react rather than respond and a lot of the message of languages is lost in this reaction. ആ ഒരു റിയാക്ഷനിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് ആ ഒരു മെസ്സേജ് അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ. Animals do not possess language because, first option, the power of speech is missing, the life breath is missing, the level of complexity is missing, the information sharing is missing. ഏത് ആൻസറാ വരുന്നത്? ആനിമൽസിന് ലാംഗ്വേജ് പ്രോസസ് ചെയ്യാൻ പറ്റില്ല. എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ വരുമോ? പവർ ഓഫ് സ്പീച്ച് ഈസ് മിസ്സിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ വയ്യെങ്കിൽ പോലും അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ലൈഫ് ബ്രീത്ത് അല്ല. ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, ഇൻഫോർമേഷൻ ഷെയറിംഗ് എന്തായാലും അവിടെ ഉണ്ട്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ്? സി ആണ്. നമ്മൾ പറഞ്ഞു ആനിമൽസിന് എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പക്ഷെ ഹ്യൂമൻ ബീങ്സ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് പോലുള്ള സൊഫിസ്റ്റിക്കേഷനോ അല്ലെങ്കിൽ ആ ഒരു കോംപ്ലക്സിറ്റിയോ അവിടെ ഇല്ല. അപ്പൊ എന്താണ്? ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി ഈസ് മിസ്സിംഗ്. അതാണ് ഈ ഒരു ഓപ്ഷൻ. അപ്പൊ ഈ ഒരു പാസേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് ആണ്, ഡയറക്റ്റ് ആണ്. ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കഥ പോലെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാസേജ് ആയിരുന്നു ഇത്. ഇനി വേറൊരു പാസേജ് ഉണ്ട്. അടുത്ത 3ാമത്തെ പാസേജ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടഫ് ആയിട്ടുള്ള പാസേജ് ആണ്. അതൊരു വലിയൊരു പാസേജ് ആണ്. അതിന്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇപ്പൊ സോൾവ് ചെയ്യും. കാരണം എന്താന്ന് വെച്ചാല് ചിലപ്പം ടഫ് ആയിട്ടുള്ള പാസേജസ് വരും,
ചിലപ്പോൾ 5-10 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഇപ്പൊ ഈ ഒരു ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോകുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ വലിയ പാസേജ് ആയിരിക്കും. അതിന് ടൈമും വളരെ കുറവായിരിക്കും ബാങ്ക് ടെസ്റ്റ് പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്. അപ്പൊ ഇത്തരത്തിൽ വലിയ പാസേജസും ചോദിക്കും. അത് മാത്രമല്ല അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന 5 ആയിരിക്കില്ല, ചിലപ്പോൾ 10 ആയിരിക്കും. അപ്പൊ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നവർക്കും നല്ലത് തന്നെയാണ്. ചിലപ്പോൾ നെറ്റിന് ചോദിച്ചാലും എന്താണ് UPSCക്ക് ചോദിച്ചാലും റീഡിംഗ് കോംപ്രിഹെൻഷൻ ഈസ് എ ഹൈലി ഇമ്പോർട്ടന്റ് ആൻഡ് സ്കോറിംഗ് യൂണിറ്റ്. അത് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കുക. ഈ പാസേജസ് നമുക്കൊന്ന് നോക്കാം. Okay. This past decade has witnessed a surge in wildlife tourism that has doubled and tripled the tourist load in several of the more accessible national park and reserve. ഫസ്റ്റ് സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വൈൽഡ് ലൈഫ് ടൂറിസത്തിനെ കുറിച്ചാണ് പാസേജ് ഡിസ്കസ് ചെയ്യുന്നത്. വൈൽഡ് ലൈഫ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ ഇഷ്യൂസ് ആണ് ഈ പാസേജിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് ഫസ്റ്റ് സെന്റൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് പിടികിട്ടി. ഓക്കെ, ഈ ഒരു റീസെന്റ് പാസ്റ്റ് ഡെക്കേഡിൽ നമ്മൾക്ക് വൈൽഡ് ലൈഫ് ടൂറിസത്തിൽ ഒരു സർജാണ് നമുക്ക് തോന്നിയത്. അതായത് ഒരു വളരെ വർധനമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അത് ഡബിൾ ആൻഡ് ട്രിപ്പിൾഡ് ദ ടൂറിസ്റ്റ് ലോഡ് in most of the more accessible national park and reserves. വൈൽഡ് ലൈഫ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് വന്ന ഈ ഒരു ഡെക്കേഡിൽ കണ്ടെത്തിയ സംഭവം എന്താണ്? അവിടെ ഒരു വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. വൈൽഡ് ലൈഫ് ടൂറിസത്തിൽ നാഷണൽ പാർക്ക് റിസർവ്സിലൊക്കെ എന്താ ടൂറിസ്റ്റ് ലോഡാണ്, ഹെവി ആയിട്ടുള്ള ക്രൗഡാണ് കണ്ടിട്ടുള്ളത്. ബട്ട് സീരിയസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഷോർട്ട് കമ്മിങ്സ് ഹാവ് ബ്രോട്ട് us precariously close to a breakdown of the ecosystem's capacity to absorb this load. നമ്മൾ പറഞ്ഞു വൈൽഡ് ലൈഫ് ടൂറിസത്തിനെ കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്തത്. അവിടുത്തെ എന്തൊക്കെ ഇഷ്യൂസ് ആണ് പറഞ്ഞത്. അവിടുത്തെ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഷോർട്ട് കമ്മിങ്സ് ആണ്. ബെറ്റർ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് തന്നെ എക്കോസിസ്റ്റത്തിന് ആ ഒരു കപ്പാസിറ്റി ഇല്ല. പ്രിക്കേരിയസ്ലി ക്ലോസ് ടു, അതായത് അപകടകരമായി എന്താണ് ടു എ ബ്രേക്ക് ഡൗൺ ഓഫ് ദ എക്കോസിസ്റ്റം കപ്പാസിറ്റി. ഈ ഒരു ലോഡ്, ഇത്രയും ആളുകളുടെ വർധനവ്, ദാറ്റ് മീൻസ് ഇത്രയും ലോഡ് അവർക്ക് എന്താണ് അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ എന്താ ഡിസഡ്വാൻറ്റേജ് ആണ് അവിടെ പറയുന്നത്. The result is an unsatisfactory tourist experience and an opportunity to impart conservation values lost. കണ്ടു, അപ്പൊ ഇങ്ങനെ ആളുകൾ വന്ന് പോകുമ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ലെങ്കിൽ എന്താണ് ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് അൺസാറ്റിസ്ഫാക്ടറി ആവും. Overworked, pressurized and confused wild staff. അപ്പൊ ഇതൊക്കെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. Occasional man-animal confrontation crisis such as man killing by tigers. ഓക്കെ, അപ്പം ഇതിന്റെ വൈൽഡ് ലൈഫ് ടൂറിസം ആണ് പറഞ്ഞത്. വൈൽഡ് ലൈഫ് ടൂറിസത്തിന്റെ ഡിസഡ്വാൻറ്റേജസും ഇഷ്യൂസും ആണ് പാസേജിൽ പറയുന്നത്. അപ്പൊ അത് അപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. ആദ്യം പറഞ്ഞിട്ട് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറിലുള്ള എന്താ ഡിസഡ്വാൻറ്റേജ്, ഷോർട്ട് കമ്മിങ് ആണ്. സെക്കൻഡ്, ഇത്തരത്തിൽ ഇത്രയും ലോഡ് അബ്സോർബ് ചെയ്യാൻ, ദാറ്റ് മീൻസ് എക്കോസിസ്റ്റം കപ്പാസിറ്റിക്ക് കുറവായതുകൊണ്ട് തന്നെ അൺസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതുപോലെ അവിടുത്തെ വൈൽഡ് ലൈഫ് സ്റ്റാഫിന് അവർക്ക് ഓവർ പ്രഷർ ആണ്, വർക്ക് ലോഡാണ്, കൺഫ്യൂസ്ഡ് ആണ്. അത് മാത്രമല്ല ഇടയ്ക്ക് ഹ്യൂമൻ ബീങ്സും ആനിമൽസും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ, കൺഫ്രണ്ടേഷൻ ഉണ്ട്. അതായത് മാൻ കില്ലിംഗ് ബൈ ടൈഗേഴ്സ്. ഇനി നോട്ട് ടു സ്പീക്ക് ഓഫ് ദ എക്കോസിസ്റ്റം ദാറ്റ് ഈസ് ബീങ് ബാറ്റേർഡ് ബൈ ഹ്യൂമൻസ്, എ റോഡ് ഏരിയ വിച്ച് അക്കോമഡേറ്റഡ്. ഇനി എക്കോസിസ്റ്റത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. എക്കോസിസ്റ്റത്തിന് ഇത്രയും പ്രശ്നങ്ങളുണ്ട്. ഇനി അടുത്ത പറഞ്ഞാൽ a road area which accommodated 4 vehicles a day 10 years ago is now being used by 12 a day. ഒരു 10 വർഷം മുന്നേ ഒരു റോഡിൽ 4 വെഹിക്കിൾസ് ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ആ 4 പകരം എന്താണ് 12 വെഹിക്കിൾസ് ഒക്കെയാണ് ഒരു ദിവസത്തെ കണക്കെന്ന് പറയുന്നത്. The road area wildlife population of that area has in any case gone up. A collision of interest is inevitable. An important function of wildlife refuges is to encourage tourism. ആണല്ലോ, അതായത് വൈൽഡ് ലൈഫ് റെഫ്യൂജേഴ്സിന്റെ ഏറ്റവും പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. ആണല്ലോ, റെക്കഗ്നൈസിംഗ് ദാറ്റ് it forms an ideal hands-on method of orienting, educating and winning the hearts and minds of the general public over to conservation values and concepts. This can only be achieved by communication with the tourist before and during their visit to a wildlife refuge. The interpretation, as it is generally referred to, is properly done by having an interpretation center consisting of photographic, written and audiovisual exhibits supplemented by free or priced literature and a person on hand to answer the queries of visitors.
Tourists should perforce be routed through this facility by the simple expedient they have some time to see it while their entry permits are being prepared. എന്താ പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും വൈൽഡ് ലൈഫ് റെഫ്യൂജേഴ്സിന്റെ ഒരു ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ടൂറിസം എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എൻകറേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഒരു ടൂറിസം കൃത്യമായി നല്ല ഹാപ്പി ആയിരുന്നോ എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്? ഇറ്റ് ഫോംസ് ആൻ ഐഡിയൽ ഹാൻഡ്സ് ഓൺ മെത്തേഡ് ഓഫ് ഓറിയന്റിങ്. അതായത് ടൂറിസം കേന്ദ്രത്തിൽ പോകുന്ന ടൂറിസ്റ്റുകളെ കൃത്യമായിട്ട് ഓറിയന്റേഷൻ കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, അതുപോലെ ആ ഒരു ജനറൽ പബ്ലിക്കിനെ അവരുടെ മനസ്സിലും ഹൃദയത്തിലും എന്തായിരിക്കണം? കൺസർവേഷൻ വാല്യൂസ്, കോൺസെപ്റ്റ്, ഈ ഒരു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തന്നെയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതെങ്ങനെയാണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ടൂറിസ്റ്റ്. അതായത് നമ്മളുടെ ഒരു വൈൽഡ് ലൈഫ് റെഫ്യൂജ്, ഒരു വൈൽഡ് ലൈഫ് അഭയ കേന്ദ്രത്തിലേക്ക്, ദാറ്റ് മീൻസ് ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ അവര് പോകുമ്പോഴും ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദെയർ വിസിറ്റ് അവരുമായിട്ട് എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഇനി the interpretation as it is generally referred to is properly done by having അവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ സെന്റർ. അതിനകത്ത് ആരൊക്കെ ഉണ്ട് വേണം? ഫോട്ടോഗ്രാഫിക്, റിട്ടൺ, ഓഡിയോ വിഷ്വൽ എക്സിബിറ്റ് സപ്ലിമെന്റഡ് ബൈ ഫ്രീ ഓർ പ്രൈസ്ഡ് ലിറ്ററേച്ചർ. അതായത് ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഏതൊരു വൈൽഡ് ലൈഫ് മേഖലയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എക്കോ ടൂറിസം, അല്ലെങ്കിൽ ആ ഒരു എക്കോ സിസ്റ്റം എന്താണെന്നുള്ളത് കൃത്യമായി അവരെ മനസ്സിലാക്കി കൊടുക്കാൻ ഫോട്ടോഗ്രാഫ്സ്, പിന്നെ റിട്ടൺ ഓഡിയോ വിഷ്വൽ എക്സിബിറ്റ്സ് സപ്ലിമെന്റഡ് ബൈ ഫ്രീ അല്ലെങ്കിൽ പ്രൈസ്ഡ് ലിറ്ററേച്ചർ ആൻഡ് എ പേഴ്സൺ ഓൺ ഹാൻഡ് ടു ആൻസർ ദി ക്വറീസ് ഓഫ് വിസിറ്റേഴ്സ്. എന്താ? വിസിറ്റേഴ്സിനെയൊക്കെ അവരുടെ ഡൗട്ടുകളൊക്കെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആളുകൾ അവരെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം. Tourists should perforce be routed through this facility by the simple expedient they have some time to see it while their entry permits are being prepared. അതായത് ആ ഒരു ടൂറിസ്റ്റിന് മനസ്സിലാവണം, അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് മനസ്സിലാവണം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇംപ്രൂവ് ചെയ്യാനുള്ള കാരണമാണ്. അപ്പൊ ഈ ഒരു പാസേജ് എന്ന് പറഞ്ഞാൽ ആദ്യം വൈൽഡ് ലൈഫ് ടൂറിസത്തിന്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു, പിന്നെ ആ ഒരു ടൂറിസം എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് അഡ്വാൻറ്റേജസും കുറെ കീ പോയിന്റ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഉണ്ട്, അടുത്ത ഒരു സെക്ഷനും കൂടെ പാസേജ് പറയുന്നുണ്ട്. The general message should be the history of the wildlife refuge as a conservation microcosm, interesting facts of some of the species it supports, and an explanation of the mechanics of an ecosystem and its relevance to man, plus codes of conduct specific to the area and to wildlife and jungles in general. ഇനി ഇതിന്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു ജനറൽ മെസ്സേജ് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് റെഫ്യൂജിനെ കുറിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ്. അതുപോലെ ആസ് എ കൺസർവേഷൻ മൈക്രോകോസം എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റി പ്ലേസ് എങ്ങനെയായിരുന്നു എന്നുള്ളൊക്കെ ഉള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വൈൽഡ് ലൈഫ് റെഫ്യൂജ്, ആ ഒരു സ്ഥലത്തുള്ള സ്പീഷീസ് എന്തൊക്കെയാണ്, പിന്നെ ആ ഒരു എക്കോസിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ, പിന്നെ അത് എങ്ങനെ ആളുകൾക്ക് റെലവൻസ് ടു മാൻ, പിന്നെ ഒരു ഏരിയയിലേക്ക് കടക്കുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു വൈൽഡ് ലൈഫിലേക്ക് കിടന്ന ആ ഒരു കാര്യങ്ങളൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെയുള്ള മൃഗങ്ങളെ ഒന്നും ശല്യപ്പെടുത്താതെ നമ്മൾ അവിടെ എന്താണ് കണ്ടക്ട് ചെയ്യേണ്ടത്, നമ്മളുടേതായിട്ടുള്ള കോഡ്സ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ദിസ് ഷുഡ് ബി ബാക്ക്ഡ് അപ്പ് ബൈ എ കേഡർ ഓഫ് ട്രെയിൻഡ്. അപ്പൊ ഇതെങ്ങനെയാണ്? ട്രെയിൻഡ് നാച്ചുറലിസ്റ്റ് ഗൈഡ്സ് വേണം, പ്രിഫറബിളി ഫ്രം ദി ലോക്കൽ പോപ്പുലേഷൻ ഹു ഷുഡ് അക്കമ്പനി ദ ടൂറിസ്റ്റ് ഇൻ ദ റെഫ്യൂജ്. ഇതൊക്കെ എന്താണ്? സെന്റൻസിൽ വായിക്കുന്നതുകൊണ്ടാണ് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നുന്നത്. ഇപ്പം വേറൊരാൾ വായിച്ചും കൂടെ തന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിട്ട് തോന്നും, പക്ഷെ ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മളൊരു വൈൽഡ് ലൈഫ് മേഖലയിലേക്ക്, വനമേഖലയിലേക്ക് പോവുക, അവിടെ ടൂറിസത്തിന് വേണ്ടി പോവുകയാണ്. അപ്പൊ അവിടുത്തെ ലോക്കൽ പോപ്പുലേഷനിലുള്ള ആളുകളെ ടൂറിസ്റ്റിലെ ട്രെയിൻഡ് ആയിട്ടുള്ള കേഡേഴ്സ് ആക്കണം. ടൂറിസ്റ്റുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻഡ് നാച്ചുറലിസ്റ്റ് ഗൈഡുകളാണ്, പ്രിഫറബിളി ഫ്രം ദ ലോക്കൽ പോപ്പുലേഷൻ. അവരെന്താണ്? ആ ഒരു റെഫ്യൂജിലേക്ക്, വൈൽഡ് ലൈഫ് പ്ലേസിലേക്ക് പോകുമ്പോൾ അവരെ അക്കമ്പനി ചെയ്ത് പോകണം. ഇൻ സം ഓഫ് വൈൽഡ് ലൈഫ് റെഫ്യൂജസ് വെരി പുവർ ഫെസിലിറ്റീസ് ഫോർ ദിസ് സോർട്ട് ഓഫ് തിങ് എക്സിസ്റ്റ്. ഇൻ മോസ്റ്റ് നൺ എക്സിസ്റ്റ്. ചിലയിടത്ത് ഇതുപോലുള്ള ഫെസിലിറ്റീസ് ഇല്ല, ചിലയിടത്ത് വളരെ മോശമാണ്, ചില സ്ഥലങ്ങളിൽ ഇല്ലതാണ്. The result is tourist traffic, which is generally quite ignorant of wildlife ecology and conservation value, who leave the refuge no wiser than when they came in. അതായത് ഇതിന്റെ റിസൾട്ട് എന്താണ്? ഇത്തരത്തിലുള്ള ആളുകളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് ട്രാഫിക് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും എൻഗേജ് ചെയ്യാനോ ഇല്ലാതെ വരുമ്പോൾ അത് യാതൊരുവിധ ഫലവും ഇല്ലാതെ വരും. ലീവിംഗ് ബിഹൈൻഡ് ഫോർ ഗുഡ് മെഷർ ദ ഡെട്രിറ്റസ് ഓഫ് ദ പ്രസൻസ്. പ്ലാസ്റ്റിക് ബാഗ്, അതെ, സിഗരറ്റ് പാക്കറ്റ്സ്, ബോട്ടിൽ, പേപ്പർ, എ ലോട്ട് ഓഫ് വിച്ച് ഈസ് നോൺ ബയോഡീഗ്രേഡബിൾ ആൻഡ് ടോക്സിക്. എന്താ? കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഗൈഡുകളോ
ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളോ ഇല്ലാതെ വരുമ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് ട്രാഫിക് ഉണ്ട്. ആ ആളുകൾ എന്താ വൈൽഡ് ലൈഫ് എൻറ്റർ ചെയ്തിട്ട് ആ ആനിമൽസിന്റെ എക്കോസിസ്റ്റത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. അവരുടേതായിട്ടുള്ള അക്കമ്പനി ആയിട്ടുള്ള സാധനങ്ങൾ, പ്ലാസ്റ്റിക് ബാഗുകൾ, സിഗരറ്റ് ബോട്ടിൽസ്, സിഗരറ്റ് പാക്കറ്റ്സ്, ബോട്ടിൽസ്, പേപ്പേഴ്സ്, ഇത്തരത്തിൽ നോൺ ബയോഡിഗ്രേഡബിൾ ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആ വൈൽഡ് ലൈഫിൽ ഇട്ടിട്ട് വരും. അപ്പൊ ആ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താ, ഡിസ്ട്രക്ട് ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു ആനിമൽസിന്റെ സേഫ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പ്ലേസ് നശിപ്പിക്കുകയാണ്. അപ്പൊ അതെന്താ ഏറ്റവും വലിയ പ്രശ്നം. ആഡഡ് ടു ദിസ് ഇസ് ദ ഫാക്ട് ദാറ്റ് wildlife guards and rangers are often diverted from their normal work monitoring and managing wildlife and ecosystem and made to guide tourists and generally be at the back and call of people irrelevant to the priorities of the wildlife refuge. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ വൈൽഡ് ലൈഫ് ഗാർഡ്സും റേഞ്ചേഴ്സും ഒക്കെ അവരുടെ നോർമൽ വർക്കിൽ നിന്നും ഡൈവേർട്ട് ചെയ്ത് ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് എക്കോസിസ്റ്റത്തിനെ ഒക്കെ മാനേജ് ചെയ്യുകയും ആൻഡ് മെയ്ഡ് ടു ഗൈഡ് ടൂറിസ്റ്റ് ആൻഡ് ജനറലി ബി അറ്റ് ദി ബാക്ക് ആൻഡ് കോൾ ഓഫ് പീപ്പിൾ ഇറലവന്റ് ടു ദ പ്രയോറിറ്റീസ് ഓഫ് വൈൽഡ് ലൈഫ് റെഫ്യൂജ്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിൻഡ് കേഡേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ അവിടെയുള്ള റേഞ്ചേഴ്സ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഓഫീസേഴ്സിനൊക്കെ അവരുടെ നോർമൽ വർക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു പാസേജില് നമ്മൾ എന്താ, പാസേജ് വായിക്കാൻ വന്നവരാണ്, ഇത്രയും വിശദീകരിച്ചിട്ടൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പാസേജിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ആ ഒരു സെന്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വൈൽഡ് ലൈഫ് ടൂറിസത്തിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ആ വൈൽഡ് ലൈഫ് ടൂറിസത്തിന്റെ ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അത്രയും കാര്യങ്ങളാണ് ഈ 2 പാരഗ്രാഫ്സിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറെ സമയം പോയെന്നേ ഉള്ളൂ. ആദ്യം വായിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും വൈൽഡ് ലൈഫ് ടൂറിസം അവിടെ പോകുന്ന കൃത്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വരുമ്പോൾ അവിടെ പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജസ്, പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഈ ഒരു 2 പാസേജസിലും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് വലിയൊരു പാസേജ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ താഴെ ഓപ്ഷൻസിൽ ആൻസേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി പാസേജ്. അതായത് പാസേജിന്റെ 2 പാസേജ്, ഇപ്പൊ പാസേജ് എല്ലാവരും വായിച്ചിട്ടിരിക്കുകയാണ്. ഒരു 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻസിനകത്ത് ട്രൂ അല്ലാത്ത, പാസേജിന്റെ കോണ്ടെക്സ്റ്റിൽ ട്രൂ അല്ലാത്ത ഏതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ, ദ ഫോറസ്റ്റ് സ്റ്റാഫ് ആർ ഡൈവേർട്ടഡ് ഫ്രം ദെയർ നോർമൽ വർക്ക്. The priorities of the wildlife are sometimes ignored by the forest staff. The tourists are generally equipped with the necessary knowledge of wildlife. The tourists leave behind lots of toxic disposals. 4 ഓപ്ഷൻസ് വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താ, ഇതിൽ നോട്ട് ട്രൂ ആണ്, ശരിയല്ലാത്ത ഓപ്ഷൻ സെലക്ട് ചെയ്യാന്നു. ഫസ്റ്റ് ഓപ്ഷൻ, ദ ഫോറസ്റ്റ് സ്റ്റാഫ് ആർ ഡൈവേർട്ടഡ് ഫ്രം ദ നോർമൽ വർക്ക്. അത് കറക്റ്റ് ആണ്. കാരണം എന്താണ്, ഈ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കേഡേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫോറസ്റ്റ് സ്റ്റാഫിന് അവരുടേതായിട്ടുള്ള വർക്കിൽ നിന്ന്, നോർമൽ വർക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സെക്കൻഡ്, ദ പ്രയോറിറ്റീസ് ഓഫ് ദ വൈൽഡ് ലൈഫ് ആർ സംടൈംസ് ഇഗ്നോർഡ് ബൈ ദ ഫോറസ്റ്റ് സ്റ്റാഫ്. അതും ശരിയാണ്. ടൂറിസ്റ്റ് ആർ ജനറലി ഇക്വിപ്ഡ് വിത്ത് ദ നെസസറി നോളജ് ഓഫ് വൈൽഡ് ലൈഫ്. അത് തെറ്റാണ്. കാരണം ആ ഒരു ഓപ്ഷൻ ആണ് ഇതിനകത്ത് തെറ്റ്. അതായത് നോട്ട് ട്രൂ. അതാണ് നമ്മളുടെ ചോദ്യം. കാരണം ടൂറിസ്റ്റുകൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എന്താണ്, ആ ഒരു നോളജ് വൈൽഡ് ലൈഫിനെ കുറിച്ച് കിട്ടുന്നില്ല. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. ദ ടൂറിസ്റ്റ് ലീവ് ബിഹൈൻഡ് ലോട്ട്സ് ഓഫ് ടോക്സിക് ഡിസ്പോസൽസ്. അതും പാസേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് ഓപ്ഷൻ ആണ്? സി. സെക്കൻഡ് ഓപ്ഷൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ പാസേജ് ദ മെയിൻ പർപ്പസ് ഓഫ് ബ്രിങ്ങിങ് ടൂറിസ്റ്റ് ഇൻ ദ ഫോറസ്റ്റ് ഏരിയ. പാസേജിൽ പറഞ്ഞതനുസരിച്ചിട്ട് മെയിൻ പർപ്പസ് ഓഫ് ബ്രിങ്ങിങ് ടൂറിസ്റ്റ്, അതായത് ഫോറസ്റ്റ് ഏരിയാസില് ടൂറിസ്റ്റിനെ കൊണ്ടുവരുന്നതിന്റെ പ്രധാന പർപ്പസ് എന്താണെന്നാണ് നമ്മളുടെ ചോദ്യം. ഫസ്റ്റ് ഓപ്ഷൻ, ടു ഇൻവോൾവ് ദ ജനറൽ പബ്ലിക് ഇൻ മെയിൻറ്റെയിനിങ് ദ എക്കോസിസ്റ്റം, ടു എഡ്യൂക്കേറ്റ് ദ ജനറൽ പബ്ലിക് അബൌട്ട് വൈൽഡ് ലൈഫ് ആൻഡ് എക്കോസിസ്റ്റം, to reduce the wildlife population, to make them understand the codes of conduct of the jungles. അതായത് ഏറ്റവും മെയിൻ പർപ്പസ് ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ നോക്കിയേ, ടു ഇൻവോൾവ് ദ ജനറൽ പബ്ലിക് ഇൻ മെയിൻറ്റെയിനിങ് ദ എക്കോസിസ്റ്റം. എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതില് ജനറൽ പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്യുക. അത് കറക്റ്റ് ആണ്. ബാക്കി ഓപ്ഷൻസ് നോക്കിയേ, ടു എഡ്യൂക്കേറ്റ് ദ ജനറൽ പബ്ലിക് അബൌട്ട് വൈൽഡ് ലൈഫ് ആൻഡ് എക്കോസിസ്റ്റം. അവിടെ കൃത്യമായിട്ടുള്ള നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. തേർഡ് ഓപ്ഷൻ നോക്കിയേ, ടു റെഡ്യൂസ് ദ വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ. തെറ്റാണ്.
ഫോർത്ത് വന്നത് ടു മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദ കോഡ്സ് ഓഫ് കോണ്ടക്ട് ഓഫ് ദ ജംഗിൾസ്. അതുമല്ല, അവിടെ കോഡ്സ് ഓഫ് കോണ്ടക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആളുകൾ, ടൂറിസ്റ്റ് ഗൈഡുകളൊക്കെ വേണമല്ലോ. അപ്പൊ അതുമല്ല. അപ്പൊ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ. ഈ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് ജനറൽ പബ്ലിക്കിന് ഒരു അവയർനെസ് കൊടുക്കുക, അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻ ദിസ് അക്കോർഡിംഗ് ടു ദി പാസേജ്? ഇതിൽ പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ട്. പാസേജ് അനുസരിച്ചിട്ട് ഏറ്റവും കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്? എ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അൺവില്ലിംഗ്നെസ് ടു ബിൽഡ് മോർ റോഡ് ഏരിയ വിസ് ലോഡ് ഓഫ് വെഹിക്കുലർ ട്രാഫിക്. ഇനി development of tourism, the conservation of the ecosystem, better tourist capability or lack of fund, positioning people to ecosystem and also destruction of the ecosystem. ഇതില് പാസേജിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏതാണ്? അൺവില്ലിംഗ്നെസ് ടു ബിൽഡ് മോർ റോഡ് ഏരിയ, ലോഡ് ഓഫ് വെഹിക്കുലർ ട്രാഫിക്. ഇത് ഓർ എന്നുള്ള ഒരു ഇതായിട്ട് അത് സ്ലാഷ് ഇട്ടാൽ മതി. Development of tourism or the conservation of the ecosystem, the better tourist capability, lack of fund. ഏതാണ് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഫോർത്ത് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പൊസിഷനിങ് പീപ്പിൾ ടു എക്കോസിസ്റ്റം ആൻഡ് ഓൾസോ ഡിസ്ട്രക്ഷൻ ഓഫ് ദ എക്കോസിസ്റ്റം. അതിനെക്കുറിച്ചല്ലേ കൃത്യമായി പാസേജ് പറയുന്നത്? മോർ റോഡ് ഏരിയ ബിൽഡ് ചെയ്യുന്നതിന്റെ അൺവില്ലിംഗ്നെസിനെ കുറിച്ച് പാസേജ് ഡിസ്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ടൂറിസം ഡെവലപ്മെന്റോ കൺസർവേഷനോ പറയുന്നില്ല. ബെറ്റർ ടൂറിസ്റ്റ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഫണ്ട് അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. പറയുന്നത് ആളുകളെ എക്കോസിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, അതുപോലെ എക്കോസിസ്റ്റം ഡിസ്ട്രക്ഷന്റെ കാര്യം പറയുന്നുണ്ട്. ഇപ്പം വൈൽഡ് ലൈഫിലൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള കയ്യിലുള്ള ഡെട്രിറ്റസ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ, ഇപ്പം സിഗരറ്റ് പാക്കറ്റ്സ്, ബോട്ടിൽ, പ്ലാസ്റ്റിക് ബാഗ്, നോൺ ബയോഡിഗ്രേഡബിളും ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് മൂലം ആ പൊസിഷൻ എന്താണ്? എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ട്രക്ട് ചെയ്യും. ആ ഒരു പോയിന്റ് ആണ് അവിടെ പറയുന്നത്. ഇനി വാട്ട് അക്കോർഡിംഗ് ടു ദി ഓഥർ should be the step to improve the situation. അതായത് ഈ പാസേജിന്റെ ഓഥർ പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ്സിൽ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ഏതാണെന്നാണ് നമ്മളുടെ ചോദ്യം. നോക്കിക്കോ, ഫസ്റ്റ് ഓപ്ഷൻ, ടൂറിസ്റ്റ് ഷുഡ് ബി ബ്രീഫ്ഡ് അബൌട്ട് ദി നേച്ചർ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ജംഗിൾ. ടൂറിസ്റ്റ് ഷുഡ് ബി ബ്രീഫ്ഡ് അബൌട്ട് ദി ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ആനിമൽസ്. Tourists should be briefed about the information before they enter the jungle. And D എന്ന് പറയുന്നത് all of this. ഏത് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്? നോക്കിയേ, ഈ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതായിരിക്കും? ഇപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് ഷുഡ് ബി ബ്രീഫ്ഡ് അബൌട്ട് ദി നേച്ചർ ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ജംഗിൾ. അതിനെക്കുറിച്ച് അതിൽ പറയുന്നുണ്ടോ? ഇല്ല. ഇറ്റ് ഷുഡ് ബി ബ്രീഫ്ഡ് അബൌട്ട് ദ ഇന്റർ റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് ആനിമൽസ് and it should be briefed about the information before they enter the jungle. അപ്പൊ നമുക്ക് ഇതെല്ലാം ആൻസർ വരുമെന്ന് തോന്നും. പക്ഷെ കൃത്യമായിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പാസേജിൽ നോക്കുക. ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കിയേ, ഏത് കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്? ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ആനിമൽ കോൺഫ്രണ്ടേഷൻ ഒക്കെ സംഭവിക്കും. അപ്പൊ ഏറ്റവും നല്ലത് ഏതാണ്? ഹ്യൂമൻ ബീങ്സും ആനിമൽസും ആയിട്ടുള്ള ആ ഒരു അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇന്റർ റിലേഷൻ എങ്ങനെയായിരിക്കണം, ആ വൈൽഡ് ലൈഫ് റെഫ്യൂജിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. കണ്ടില്ലേ? എക്സ്പ്ലനേഷൻ ഓഫ് ദ മെക്കാനിക്സ് ഓഫ് ആൻ എക്കോസിസ്റ്റം ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടു മാൻ. മനസ്സിലായോ? ആ ഒരു എക്കോസിസ്റ്റത്തിനെ കുറിച്ചിട്ടുള്ള കാര്യവും അതുപോലെ തന്നെ അത് എത്രത്തോളം ആ ഒരു വൈൽഡ് ലൈഫും ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ആ ഒരു ഇന്റർ റിലേഷനെ കുറിച്ചിട്ട് ബ്രീഫ് ചെയ്യുക. അപ്പൊ ഇവിടെ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് വരുന്നത് ഈ സെക്കൻഡ് പോയിന്റ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതാണ് ആദ്യം തന്നെ പറഞ്ഞത്, പാർഷ്യലി ട്രൂ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ആ ചോയ്സസുമായിട്ട് നമ്മൾ മിസ്ലീഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമുക്കും അറിയാം, വൈൽഡ് ലൈഫ് ആൻഡ് ജംഗിളിന്റെ നേച്ചറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ആവുമോ? ഇല്ല. അതുപോലെ തന്നെ ആ ജംഗിളിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള ഇൻഫോർമേഷൻസ് ബ്രീഫ് ചെയ്താലും ആ ഒരു സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്യുമോ? ഇല്ല. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്? ഹ്യൂമൻ ബീങ്സും ആനിമൽസും തമ്മിലുള്ള ആ ഒരു ഇന്റർ റിലേഷൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത്. ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, നിങ്ങൾ ഏത് രീതിയിലാണ് പോകേണ്ടത്, ആ ഒരു എക്കോസിസ്റ്റം ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ, ആ ഒരു കമ്മ്യൂണിറ്റി ഒന്നും ഡിസ്റ്റർബ് ചെയ്യാതെ ആ ഒരു ഡെക്കോർ, ആ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഒക്കെ കീപ്പ് ചെയ്ത് നമ്മൾ പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിന്റ്.
ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇനി man animal confrontation according to the passage. Question number 5. Man animal confrontation according to the passage leads to first option A, killing of tigers by man, killing of animals by other animals, confusion of wildlife staff, the destruction of mutual bond. ഏതാണ് കൃത്യമായിട്ട് വരുന്നത്? എന്തായാലും ആദ്യത്തെ ഓപ്ഷനിലെ കില്ലിംഗ് ഓഫ് ടൈഗേഴ്സ് ബൈ മാൻ ആണോ? നമ്മൾ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഹ്യൂമൻ ബീങ് ചെന്ന് കടുവയെല്ലാം ടൈഗേഴ്സിനെ ഒക്കെ കൊല്ലാൻ പറ്റുമോ? ഇല്ല. അതുപോലെ കില്ലിംഗ് ഓഫ് ആനിമൽസ് ബൈ അതർ ആനിമൽസ് അതും പറഞ്ഞിട്ടില്ല. കൺഫ്യൂഷൻ ഓഫ് വൈൽഡ് ലൈഫ് മാൻ ആനിമൽ കോൺഫ്രണ്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ആ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ്? ഡിസ്ട്രക്ഷൻ ഓഫ് മ്യൂച്വൽ ബോണ്ട് ആണ് കൃത്യമായിട്ടുള്ള ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ആദ്യത്തെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് വരാം. എന്തായാലും ഈ സി വരത്തില്ല. കൺഫ്യൂഷൻ ഓഫ് വൈൽഡ് ലൈഫ് സ്റ്റാഫ് മാൻ ആനിമൽ കോൺഫ്രണ്ടേഷൻ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ബിയും വരില്ല. കില്ലിംഗ് ഓഫ് ആനിമൽസ് ബൈ അതർ ആനിമൽസ് അതെന്താണ്? ഒരു ആനിമൽ മറ്റേ ആനിമലിനെ കൊല്ലുന്നു, അത് മാനും ആനിമൽ തമ്മിലുള്ള കോൺഫ്രണ്ടേഷനിൽ വരില്ല. പിന്നെ കില്ലിംഗ് ഓഫ് ടൈഗേഴ്സ് ബൈ മാൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ പോസിബിൾ ആയിട്ടുള്ള കാര്യം അല്ല. ജംഗിളിലൊക്കെ പോയി ഡിസ്ട്രക്ഷൻ ഓഫ് മ്യൂച്വൽ ബോണ്ടാണ്. അതായത് രണ്ടുപേരും മീൻസ് എന്താണ് ഹ്യൂമൻ ബീങ്സും ആ ഒരു വൈൽഡ് ലൈഫ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. നമ്മൾ ടൂറിസം വൈൽഡ് ലൈഫ് ജംഗിളിലൊക്കെ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇന്റർ റിലേഷൻ ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അതിനൊരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ എപ്പോഴും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യം. അപ്പൊ അവിടെ ഒരു മ്യൂച്വൽ ബോണ്ട് ആണ് അവിടെ ഡിസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ഇതാണ് ഈ പാസേജിന്റെ ഒരു കുഴപ്പം. ഓരോ ചോയ്സസും കറക്റ്റ് ആണ് നമുക്ക് തോന്നും. പക്ഷെ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യാനാണ് നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് പാസേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദ ഓതർ is the main reason for the near collapse of the capacity of ecosystem of wildlife refuges? കണ്ടോ, ഈ എക്കോസിസ്റ്റം കപ്പാസിറ്റിയെ നശിക്കാനുള്ള ഓതർ അനുസരിച്ചിട്ടുള്ള മെയിൻ റീസൺ ഏതാണ് എന്നാണ് ചോദ്യം. നോക്കിയേ ഓപ്ഷൻ: increase in tourist inflow, felling of trees indiscriminately, absence of adequate wildlife habitat, absence of adequate infrastructure. ആദ്യം തന്നെ പാസേജിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എക്കോസിസ്റ്റം കപ്പാസിറ്റി ഡിസ്ട്രക്ട് ചെയ്യാനുള്ള ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാല് കണ്ടോ, സീരിയസ് ഇൻഫ്രാസ്ട്രക്ചർ ഷോർട്ട് കമ്മിങ്സ്, ക്ലോസ് ടു എ ബ്രേക്ക് ഡൗൺ. കണ്ടോ, ഫസ്റ്റ് പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വലിയ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. അവിടെ തന്നെ ഉള്ള ആൻസർ ആയിരുന്നു. എന്താണ്? ഡി, ആബ്സെൻസ് ഓഫ് ആഡിക്വേറ്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് അവിടെ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് എക്കോസിസ്റ്റം കപ്പാസിറ്റിയുടെ കൊളാപ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണിനുള്ള ഏറ്റവും അടുത്ത് കിടക്കുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി, ആബ്സെൻസ് ഓഫ് ആഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി അടുത്ത ഏഴാമത്തത്, the main concern expressed by the author in the above passage is to. ഏറ്റവും ഒരു കൺസേൺ ഈ ഓതർ പാസേജിൽ പറഞ്ഞിട്ടുള്ള ഒരു കൺസേൺ ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മെയിൻ കൺസേൺ ആണ്? ഒന്ന്, ഇംപ്രൂവ് ഫെസിലിറ്റീസ് ഫോർ ടൂറിസ്റ്റ്, ബിൽഡ് മോർ റോഡ് ഏരിയാസ്, റെസ്ട്രിക്ട് വൈൽഡ് ലൈഫ് പോപ്പുലേഷൻ, ബാലൻസ് ദി എക്കോസിസ്റ്റം ബൈ കെയർഫുൾ പ്ലാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പറയുന്നതൊക്കെ തന്നെയും നമ്മൾക്ക് കൺസേൺസ് ആണ്. അതായത് ടൂറിസ്റ്റുകൾക്ക് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, കൂടുതൽ വെഹിക്കിൾസ് ഒക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ റോഡ് ഏരിയാസ് ബിൽഡ് ചെയ്യുക, വൈൽഡ് ലൈഫ് പോപ്പുലേഷൻസ് ഒന്നും റെസ്ട്രിക്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്നില്ല, അതിലൊരു കൺസേണും അല്ല, പാസേജിൽ പറഞ്ഞിട്ടുമില്ല. പിന്നെ ബാലൻസ് ദി എക്കോസിസ്റ്റം, അതാണ് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ. അതായത് എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുക, കെയർഫുൾ ആയിട്ട് പ്ലാൻ ചെയ്ത് എക്കോസിസ്റ്റം ഒന്നും ഡിസ്ട്രക്ഷൻ നടക്കാതെ കെയർഫുൾ ആയിട്ട് പ്ലാനിങ് വഴി എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് ഏറ്റവും ഇതിനകത്ത് പാസേജിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം, ബാലൻസ് ദ എക്കോസിസ്റ്റം ബൈ കെയർഫുൾ പ്ലാനിങ്. ഇനി അടുത്തത്, വാട്ട് അക്കോർഡിംഗ് ടു ദ ഓതർ വിൽ വിൻ ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ദി ജനറൽ പബ്ലിക്. അതും നമ്മളുടെ അതിൽ സെന്റൻസിൽ പറഞ്ഞിട്ടുണ്ട്. ഓതർ എന്താ പറയുന്നത്? ജനറൽ പബ്ലിക്കിന്റെ ഹാർട്ടും മൈൻഡും ഒക്കെ വിജയിക്കണമെങ്കിൽ, ദാറ്റ് മീൻസ് അവരെ കീഴടക്കണമെങ്കിൽ എന്താണ്? ഒന്ന്, പ്രൊവൈഡിങ് ദം ബെറ്റർ ഫെസിലിറ്റീസ്, പ്രൊവൈഡിങ് ദം വിത്ത് ട്രെയിൻഡ് ഗൈഡ്സ്, പ്രൊവൈഡിങ് ദം വിത്ത് ഗുഡ് ഫുഡ് ആർട്ടിക്കിൾസ്, പ്രൊവൈഡിങ് ദം വിത്ത് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ അബൌട്ട് ദ വൈൽഡ് ലൈഫ് റെഫ്യൂജ്. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഇതൊക്കെ തന്നെയും ജനറൽ പബ്ലിക്കിന് വേണ്ടുന്ന കാര്യമാണ്. അവർക്ക് ബെറ്റർ ഫെസിലിറ്റീസ് വേണം,
ട്രെയിൻഡ് ആയിട്ടുള്ള ഗൈഡ്സിനെ പ്രൊവൈഡ് ചെയ്യണം, അതുപോലെ ഗുഡ് ഫുഡ് ആർട്ടിക്കിൾസ്, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാസേജ് അനുസരിച്ചിട്ട് നമ്മൾ എന്താ വൈൽഡ് ലൈഫ് ടൂറിസത്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? നാലാമത്തെയാണ്. കാരണം വൈൽഡ് ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഒരു വൈൽഡ് ലൈഫ് ടൂറിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് വൈൽഡ് ലൈഫ് റെഫ്യൂജസ്, അതായത് വൈൽഡ് ലൈഫിലെ കമ്മ്യൂണിറ്റി പ്ലേസസ്, അതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ, അതുമായിട്ടുള്ള ഇൻഫോർമേഷൻ ഷെയർ ചെയ്യുക, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ആൻസർ ഡി ആണ് ഓപ്ഷനിൽ വരുന്നത്. ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് അക്കോർഡിംഗ് ടു ദി പാസേജ് ഷുഡ് ദി ഫോറസ്റ്റ് സ്റ്റാഫ് ബി എൻഗേജ്ഡ് ഇൻ? അതായത് പാസേജ് അനുസരിച്ച് എപ്പോഴും ശ്രദ്ധിക്കുക, പാസേജിനകത്ത് നിന്ന് വേണം നമ്മൾ ആൻസേഴ്സ് ചെയ്യാനായിട്ട്. ഒരിക്കലും ആ പാസേജ് വിട്ട് വെളിയിൽ നിന്നുള്ള നോളജിൽ നിന്നും നമ്മൾക്ക് ആ ടോപ്പിക്കുമായിട്ട് ഒരുപാട് നോളജ്, ഔട്ട്സൈഡ് നോളജസ് ഉണ്ടാവും. പക്ഷെ ഒരിക്കലും അത് വെച്ച് ആൻസേഴ്സ് ചെയ്യാൻ പാടില്ല. പാസേജിനകത്തുനിന്ന് വേണം നമ്മൾ ആൻസേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഇനി പാസേജ് അനുസരിച്ചിട്ട് ഫോറസ്റ്റ് സ്റ്റാഫ് ഏതിലായിരിക്കണം എൻഗേജ് ചെയ്യേണ്ടത്? 1ാമത്തെ ഓപ്ഷൻ, they should look after the well-being of wildlife, they should take care of the habitat of wildlife, they should provide tourists with necessary information about wildlife, they should take help of the local people to take care of the tourist. ഈ ഒരു 4 ഓപ്ഷൻസ് വായിച്ചു കഴിഞ്ഞാലും 4ഉം ശരിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? വൈൽഡ് ലൈഫിന്റെ വെൽബീങ്. 2ാമത്തെന്ന് പറഞ്ഞാൽ ഹാബിറ്റാറ്റ് ആണ്. നമ്മൾ എക്കോസിസ്റ്റത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് വരുന്നത്. അതായത് വൈൽഡ് ലൈഫിനുള്ള കൃത്യമായിട്ടുള്ള പാർപ്പിടം, അല്ലെങ്കിൽ അവരുടെ എക്കോസിസ്റ്റം ഡിസ്ട്രക്ട് ആയി കഴിഞ്ഞാൽ എന്താണ്, വൈൽഡ് ലൈഫ് തന്നെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ എക്കോസിസ്റ്റത്തിനെ ബാലൻസ് ചെയ്യുക, എക്കോസിസ്റ്റം സംരക്ഷിക്കുക, അല്ലെങ്കിൽ ഹാബിറ്റാറ്റിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 4 പോയിന്റ്സിൽ. അപ്പൊ ഫോറസ്റ്റ് സ്റ്റാഫ് എൻഗേജ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണ്? ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ ഹാബിറ്റാറ്റ് ഓഫ് വൈൽഡ് ലൈഫ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് മോസ്റ്റ് നിയർലി ദ സെയിം ഇൻ ദ മീനിങ് ആസ് ദ വേർഡ് ഡെട്രിറ്റസ് ആസ് യൂസ്ഡ് ഇൻ ദി പാസ്റ്റ്? ഈ ചില എക്സാമിനൊക്കെ ചില വേർഡ്സ് ഒക്കെ പാസേജിനകത്ത് തന്നിട്ട് അതിന്റെ മീനിങ് ചോദിക്കും. അത് ബോൾഡ് ആയിട്ടൊക്കെ കൊടുത്തിട്ട് ആ വേർഡുമായിട്ട് അടുത്ത് കിടക്കുന്ന മീനിങ് ഏതാണ്, അല്ലെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് ഒരു പാസേജിന്റെ ഇടയിൽ ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കാം. ആ പാസേജിന്റെ അകത്ത് മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക്, നെറ്റിന് അങ്ങനെ കണ്ടിട്ടില്ല, മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ഈ ഫില്ലിംഗ് ഒക്കെ ചോദിക്കും. അതിന്റെ ഇടയ്ക്ക് വരുന്ന പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് ഒക്കെ ഏതാണെന്നുള്ളത്. അപ്പൊ അതും ഒരു ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഈ പാസേജിനകത്ത് ഡെട്രിറ്റസ് എന്ന് പറയുന്ന ഒരു വേർഡ് ഞാൻ ബോൾഡ് ചെയ്ത് കൊടുത്തിരുന്നു. കണ്ടില്ലേ, ബിഹൈൻഡ് ഫോർ ഗുഡ് മെഷർ ദി ഡെട്രിറ്റസ് ഓഫ് ദ പ്രസൻസ്. ഈ ഡെട്രിറ്റസ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം വേസ്റ്റ് ആണ്, വേസ്റ്റ് ഡിസ്പോസൽസ് ആണ്. അപ്പൊ ആ ഒരു മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഓപ്ഷൻ ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം. ഡെട്രിറ്റസ് യൂസ്ഫുൾ ആണോ? അല്ല. ഡിസ്പോസൽസ് വാല്യുബിൾ ഗ്രേവൽ ഏതാണ്? ഡിസ്പോസൽസ് ആണ്, വേസ്റ്റ് ഡിസ്പോസൽസ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ചോദിക്കും. പക്ഷെ നമ്മുടെ UGC നെറ്റ് പേപ്പർ 1 കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ചെറിയ ചെറിയ പാസേജസ് ആയിരിക്കും. ഒരു പ്രാവശ്യം വായിച്ചു കഴിയുമ്പോഴേ എന്താണ് ടോപ്പിക് എന്ന് മനസ്സിലാകും. 5 ക്വസ്റ്റ്യൻസേ കാണത്തുള്ളൂ. അതിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2 പ്രാവശ്യം വായിക്കുമ്പോൾ അതിലെ എല്ലാ കീ പോയിന്റ്സും മനസ്സിലാകും. സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതൽ PYQs വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഡെയിലി ഒരു 10-15 മിനിറ്റ് ഒരു 1-2 പാസേജസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ആ യൂണിറ്റിലെ 10 മാർക്കും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ UGC നെറ്റിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ PSC ആസ്പിറൻസിന് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ട് ഫാൽക്കൺ-എക്സിന്റെ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന ഒരു കോഴ്സ് ഓൾറെഡി November 12 ലോഞ്ചായി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. 1 വർഷം വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. 999 ആണ് അതിന്റെ റേറ്റ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 500 hour പ്ലസ് ക്ലാസ്സസ് ഉണ്ട്. സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. സ്റ്റഡി പ്ലാൻ ഉണ്ട്, എങ്ങനെ പഠിക്കണം, അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്. അപ്പൊ കോഴ്സസിന് ജോയിൻ ചെയ്യാത്തവര് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. November 12 തൊട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. 67% ഓഫ് ആണ്. 999 മാത്രമേ ഉള്ളൂ. ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിലിംസിന്റെ കോഴ്സ് ആണ്. 1 വർഷത്തെ വാലിഡിറ്റി ആണ്. അപ്പൊ PSC ആസ്പിറൻസ് ഒക്കെ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്കൊക്കെ കോഴ്സിൽ ലോഞ്ച് ചെയ്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ
ഫാൽക്കണെക്സ് അക്കാഡമിയുടെ ലോങ് ടേം ഫൗണ്ടേഷൻ ബാച്ച് 2 ആണ്, അതായത് വിദ്യാരംഭ 2.0. ഓൾറെഡി ഇതിന്റെ ഫസ്റ്റ് ബാച്ച് ഉണ്ടായിരുന്നു, അത് ക്ലോസ് ചെയ്തു. സെക്കൻഡ് ബാച്ച് നവംബർ 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതും 500+ അവേഴ്സ് ഓഫ് ക്ലാസ്സസ് ആണ്. 699 ആണ് അതിന്റെ റേറ്റ്. ഇപ്പോഴും ബാച്ച് 2ലേക്കുള്ള അഡ്മിഷൻ ഓപ്പൺഡ് ആണ്. അതിൽ വരുന്ന എക്സാമുകൾ എന്ന് പറയുന്നത് കമ്പനി ബോർഡ് LGS, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, LDC, ബെഫ്കോ, ഇനി 2027ലേക്കുള്ള LDC. ഇത് സെക്കൻഡ് ബാച്ച് ആണ്. ഈ ഒരു പുതിയ ബാച്ച് സെക്കൻഡ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും ഓപ്പൺ ആണ്. നവംബർ 11 സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ ലെവൽ എക്സാമുകളൊക്കെ എഴുതുന്നവര് എത്രയും പെട്ടെന്ന് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. എത്രയാണ്? ഇത്രയും ക്ലാസ്സസ് ഉണ്ട്, ഇത്രയും എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. സോ ഈ ഒരു ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യുക. ഓക്കെ, നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത് നെറ്റിന്റെ പേപ്പർ 1 യൂണിറ്റ് 3 കോംപ്രിഹെൻഷൻ ആയിരുന്നു. വീണ്ടും പറയുകയാണ്, പാസേജസ് എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. വലിയ ടെൻഷനോ അല്ലെങ്കിൽ ഹാർഡ് വർക്കോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. മറ്റു ടോപ്പിക്സ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയിക്കോട്ടെ, ഇപ്പൊ നമ്മൾ UGC നെറ്റ് പേപ്പറിന്റെ 1ന്റെ കാര്യം പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം. ഏത് യൂണിറ്റ് പഠിച്ചോട്ടെ, നിങ്ങൾ പേപ്പർ 1 പഠിക്കുകയാണ് അല്ലെ പേപ്പർ 2 ആയിക്കോട്ടെ, ഡെയിലി ഒരു 10-20 മിനിറ്റ് ഓരോ പാസേജസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് എടുക്കുക. നമ്മൾ കുറച്ച് ഒരു 10-20 മിനിറ്റ് നമ്മൾ ചെലവാക്കി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഈ 10 മാർക്ക് എന്നൊക്കെ പറയുന്നത് എന്ത് വിലയുള്ള സംഭവം. ഒരു ക്വസ്റ്റ്യൻ തെറ്റി അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ 10 മാർക്ക് എന്നൊക്കെ പറയുന്നത് എത്ര അടിപൊളിയായിട്ടുള്ള ഒരു മാർക്കാണ്. നമ്മളെ കട്ട് ഓഫ് ഏത് ലെവലിൽ എത്തിക്കും. ഒരിക്കലും ഇത് അവോയ്ഡ് ചെയ്ത് കളയേണ്ട ഒരു പോർഷൻ അല്ല. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. എത്രത്തോളം PYQs വർക്ക്ഔട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ട് പാസേജസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പാസേജിനകത്തുനിന്ന് മാത്രം ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പുറത്തുള്ള നോളജിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. എന്താണോ പാസേജിൽ പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ ഓപ്ഷൻസ്, അതിന്റെ ആൻസേഴ്സ്, വേറെ ഒരിക്കലും നമ്മൾ ഓവർ തിങ്ക് ചെയ്തെടുക്കരുത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ആർ ടു ബി ആൻസേർഡ് ഫ്രം ദി പാസേജ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും PYQs ആണ്. ഒരു 2 പ്രാവശ്യം എങ്കിലും വായിക്കണം എക്സാമിന്. ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ എന്താണോ പാസേജ് എന്ന് മനസ്സിലാവും, എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി. ഇപ്പൊ 2ാമത്തെ പ്രാവശ്യം വായിക്കുന്ന സമയത്ത് അതിലെ കീ പോയിന്റ്സുകൾ കിട്ടും. ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞാൽ സെന്റൻസുകളിൽ നിന്ന് തിരിച്ച് പാസേജിലേക്ക് വരുമ്പോൾ ഉറപ്പായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനാണ്. വർക്ക്ഔട്ട് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, PYQs പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.